അതായത് ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് കൺസൈൻ. അത് നമ്മൾ ജേണൽ എൻട്രി പാസ് ചെയ്യാൻ പോകുന്നു. അതായത് നമ്മൾ പറഞ്ഞു കൺസൈൻമെന്റിൽ എന്താ സംഭവിക്കുന്നത്. കൺസൈനർ കൺസൈനിക്ക് ഗുഡ്സ് അയക്കും. ഓക്കെ, ഗുഡ്സ് സെൻഡ് ചെയ്യും. ഗുഡ്സ് സെൻഡ് ചെയ്തതിന് അത് എന്ത് ചെയ്യും, കൺസൈനിക്ക് കിട്ടും. ഓക്കെ, കൺസൈനിന്റെ ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനി എന്ന് പറയുന്നത്, ഓക്കെ, ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനി എന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ട കാര്യം, കൺസൈനിന്റെ ട്രാൻസാക്ഷൻ മാത്രമേ അയാളുടെ ബുക്സിൽ റെക്കോർഡ് ചെയ്യും. അയാളെ ട്രാൻസാക്ഷൻ മാത്രമേ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. അയാൾക്ക് ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, കൺസൈനർ ബുക്ക് തന്നിട്ടുണ്ട്, ഗുഡ്സ് തന്നിട്ടുണ്ട്. ഞാൻ അത് കൺസൈനിന്ന് വിചാരിക്കും. എനിക്ക് എന്താ തന്നിട്ടുണ്ട്, കൺസൈനർ ഗുഡ്സ് സെൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഗുഡ്സ് കിട്ടിയില്ലേ, കിട്ടിക്ക് എന്റെ ജേണൽ എൻട്രി പാസ് ചെയ്താ. സർ അതെന്ത് മക്കളെ, ഇതെന്റെ പേർച്ചേസ് അല്ല, ഇതെനിക്ക് അവർ കടായിട്ട് തരുന്നല്ല, ഇത് അവർ വിൽക്കാൻ തരുന്നതാണ്. ഞാൻ വിറ്റതിന്റെ മാത്രമേ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് എല്ലാം വരും. അതായത് കിട്ടുമ്പോൾ എനിക്ക് എന്തില്ല, ജേണൽ എൻട്രി ഇല്ല. അയാൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ജേണൽ എൻട്രി എല്ലാം പാസ് ചെയ്യും. ഞാൻ എന്താ ചെയ്യുക, ഇത് തിരിച്ചിട്ട് കൊടുക്കുകയും വേണമെങ്കിൽ വിൽക്കാൻ പറ്റുന്നതിന് തിരിച്ചു കൊടുക്കാൻ പറ്റും. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ. അതായത് ഞാൻ കൺസൈനിയാണ്, ഞാൻ ഒരാളെ നിന്ന് കൺസൈൻമെന്റിൽ ട്രാൻസാക്ഷൻ നടത്തി കൊടുക്കുന്നുണ്ട്, ഞാൻ കമ്മീഷന് വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഗുഡ്സ് അവര് ഗുഡ്സ് സെൻഡ് ചെയ്തു തന്നു. സെൻഡ് ചെയ്തിട്ട് റിസീവ് ചെയ്ത് അതിന് ജേണൽ എൻട്രി ഇല്ല. എന്തുകൊണ്ട് മക്കളെ, ഇതൊരു ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ട്രാൻസാക്ഷനിൽ ഒരു ലാബിലിറ്റി ഒന്നും വരുന്നില്ല, ഗിവ് ആൻഡ് ടേക്ക് പോളിസി വന്നിട്ടില്ല, ജസ്റ്റ് ഗുഡ്സ് തന്നു എന്നാവുള്ളൂ. വിറ്റ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് വരും, റെസ്പോൺസിബിലിറ്റീസ് വരും. ഓക്കെ, ശ്രദ്ധിക്കുക. അതായത് ഫസ്റ്റ് അതുകൊണ്ട് ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെന്റ് ജേണൽ എൻട്രി ഇല്ല. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ഇവിടെ എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല, അതായത് അവർക്ക് ഇപ്പൊ പൈസ കൊടുക്കണം അങ്ങനെയൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നില്ല. ഞാൻ പർച്ചേസ് ചെയ്താൽ മാത്രമേ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റൂ. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ പർച്ചേസ് സെയിൽ വാട്ട് ആവും. ഓക്കെ, ഇതാകെ അവരെ ഗുഡ്സ് എന്റെ കയ്യിൽ തന്നു, വെക്കാൻ തന്നു, അതിന്റെ ട്രാൻസാക്ഷൻ വേണം. ഗുഡ്സിന്റെ ഓണർഷിപ്പ് മാറിയിട്ടില്ല മക്കളെ. അതന്നെ അയാളെ ഓണർഷിപ്പ് പൊസഷൻ മാറിയാവും. ഒരാൾ നമുക്ക് ഒരു ഗുഡ്സ് സൂക്ഷിക്കാൻ തന്നതിന് നമ്മൾ അതിന് ജേണൽ എൻട്രി പാസ് ചെയ്യും, ഇല്ല, പാസ് ചെയ്യില്ല. ഇനി നമ്മൾ എന്താ സംഭവിക്കുന്നത്, രണ്ടാമത് കൺസൈനർ ചെയ്യും, എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യും. കൺസൈനറെ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തോട്ട് കൺസൈനറിന്റെ ചെലവല്ലേ, കൺസൈനർക്ക് വേണ്ടിയിട്ടുള്ള കൺസൈനർ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യുന്നല്ലേ, അത് അയാളെ ചെലവല്ലേ, അയാൾ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തോട്ട് എനിക്കറിയേണ്ട ആവശ്യമില്ല. ഞാൻ കൺസൈൻ ചെയ്യാം, ഞാൻ എന്റെ ട്രാൻസാക്ഷൻസ് മാത്രം റെക്കോർഡ് ചെയ്യും. അതാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിന്റെ പ്രത്യേകത. ഓക്കെ, ഞാൻ എന്റെ കയ്യിൽ ഗുഡ്സ് എത്തി, അതിൻ്റെ ഇടയ്ക്ക് അയാള് ചെലവാക്കിയതല്ല, അയാൾ റെക്കോർഡ് ചെയ്തോളൂ, ഞാൻ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എത്തിക്കഴിഞ്ഞ ശേഷം ഞാൻ എന്ത് ചെയ്ത്, എനിക്ക് ഗുഡ്സ് കിട്ടി, ഗുഡ്സ് കിട്ടിയ പാടന്നെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഒരു പൈസ അയാൾക്ക് അയച്ചു കൊടുത്തു. ഓക്കെ, ഒരു പൈസ അയാൾക്ക് അഡ്വാൻസ് ആയിട്ട് അയച്ചു കൊടുത്തു. അത് എന്റെ ട്രാൻസാക്ഷനാണ്, ഞാനാണ് അയച്ചു കൊടുക്കുന്നത്, അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നത്. ക്യാഷ് ഞാൻ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുമ്പോൾ എൻ്റെ അടുത്ത് ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ട്, ക്യാഷ് ഡിക്രീസ് ഉണ്ട്, അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യും. അഡ്വാൻസ് ഗിവൺ ബൈ കൺസൈനി, ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് വേണമെങ്കിൽ ഇത് പറയാം. ഓക്കെ, അഡ്വാൻസ് ഗിവൺ ബൈ കൺസൈനി എന്താ ജേണൽ എൻട്രി ടു ക്യാഷ്, കാരണം ക്യാഷാ കൊടുക്കുന്നത്. ഓക്കെ മക്കളെ, ഇത് എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ ആണോ പേ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻകം ആണോ പേ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് ആണ് കടയിൽ കൊടുക്കുന്നത്. സർ കട നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അയാൾക്ക് കൊടുക്കാനുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഇപ്പം തന്നെ ഒരു അഡ്വാൻസ് കൊടുക്കുന്നത്. അഡ്വാൻസ് എന്ന് പറയുന്നത് അസറ്റാണ്, ഞാൻ കൊടുക്കുന്നെങ്കിൽ അസറ്റാണ്. ഞാൻ ഒരാൾക്ക് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നെങ്കിൽ അത് അസറ്റാണ്. എനിക്ക് അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ അസറ്റാണ്. കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, കമ്മീഷൻ നമ്മൾ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, അത് എനിക്കൊരു അസറ്റാണ്. സോറി, അത് കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതൊരു ലാബിലിറ്റി ആണ്, അഡ്വാൻസ് ആയിട്ട് കിട്ടുന്നത്. എക്സ്പെൻഡിച്ചർ പെയ്ഡ് ഇൻ അഡ്വാൻസ് നമുക്ക് എന്താണ്, അസറ്റാണ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇനിയിപ്പോ നമ്മൾ ആർക്കാ കൊടുക്കുന്നത് അഡ്വാൻസ്, കൺസൈനർ. മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഞാൻ സെയിലൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഈ അഡ്വാൻസ് കൺസൈനർ തിരിച്ചു തരണം. അതുകൊണ്ട് തന്നെ ജേണൽ എൻട്രി കൺസൈനറിനല്ലേ കടം കൊടുക്കുന്നത്. ജേണൽ എൻട്രി കൺസൈനർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, കൺസൈനർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്, വാട്ടർ, പ്രശ്നമൊന്നുമില്ല മക്കളെ. ഫസ്റ്റ് ജേണൽ എൻട്രി ഒക്കെ എപ്പോഴും. രണ്ടാമത്തേത് ആക്സെപ്റ്റഡ് ബിൽ, അതായത് ഞാൻ എന്റെ ഗുഡ്സ് ഞാൻ കൺസൈനർ ഗുഡ്സ് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് പൈസ കിട്ടും. ആ പൈസ ഞാൻ ആർക്ക് കൊടുക്കേണ്ടതാ, കൺസൈനറിന് കൊടുക്കണം. കൺസൈനറിന്റെ വലിയ എമൗണ്ട് ഓഫ് ഗുഡ്സ് ആണ് എന്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് നമുക്കൊരു ഷുവർട്ടിക്ക് വേണ്ടിയിട്ട് അയാൾ പറയും, അയാൾ എന്ത് ചെയ്യും, ഒരു ചെക്ക് ഇഷ്യൂ ചെയ്യും, അല്ലെങ്കിൽ ഒരു ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യും, അല്ലെങ്കിൽ ഒരു ബിൽ ഇഷ്യൂ ചെയ്യും. ബിൽ ഇഷ്യൂ ചെയ്തതിനെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യും. മക്കളെ മനസ്സിലാക്കേണ്ടത്, എനിക്ക് ഒരാൾ ഗുഡ്സ് കടം തന്നു, ഓക്കെ, അല്ലെങ്കിൽ ഗുഡ്സ് അയച്ചു തന്നു, ഞാൻ വിറ്റ് കഴിഞ്ഞാൽ
ഞാൻ അയാൾക്ക് പൈസ കൊടുക്കാനുണ്ട് എന്നിട്ട് അയാൾ എന്താണ് ക്രെഡിറ്റർ ആണ്, എന്റെ ലയബിലിറ്റി ആണ്. അതുകൊണ്ടാണ് അയാൾ എനിക്ക് അയാൾ ഇഷ്യൂ ചെയ്യുന്നത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബിൽസ് പേയബിൾ, നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബിൽസ് റിസീവബിൾ. പറയുന്നത് മനസ്സിലാവില്ല. ആക്സെപ്റ്റഡ് ബിൽ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് മനസ്സിലാക്കേണ്ടത് എന്ത് ചെയ്യാ, കൺസൈനി ആക്സെപ്റ്റഡ് ദി ബിൽ. ഓക്കെ, അങ്ങനെ ആയിരിക്കും, കുറച്ചും കൂടി സ്പെസിഫിക് ആണ്. കൺസൈനി ആക്സെപ്റ്റഡ് ദി ബിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജേർണൽ എൻട്രി കൺസൈനർ അക്കൗണ്ട് ഡെപ്റ്റർ ടു. ഓക്കെ, കൺസൈനർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് പേയബിൾ അക്കൗണ്ട്. അതായത് ശ്രദ്ധിക്കണം മക്കളെ, ഞാൻ കൺസൈനറിന് ഓൾറെഡി പൈസ കൊടുക്കാനുണ്ടാവും, വിറ്റ് കഴിഞ്ഞാൽ പൈസ കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കാനുണ്ടാവും. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി കൺസൈനർ ആരായിരിക്കും, ക്രെഡിറ്റർ ആയിരിക്കും. നമ്മൾ ആ ബില്ല് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ കൺസൈനർ ക്രെഡിറ്റർ കുറയണം, നമ്മുടെ പുതിയ ബില്ല് എന്ത് ചെയ്യണം, ലാബിലിറ്റി കൂടണം. എന്താ ജേർണൽ എൻട്രി കൺസൈനർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് പേയബിൾ. ഒന്നുമില്ല മക്കളെ, ക്രെഡിറ്റർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് പേയബിൾ ആണ് നമ്മൾ പേര് മാറ്റി കൺസൈനർ മാറ്റി, അത്രയേ ഉള്ളൂ. ഓക്കെ ആണോ മക്കളെ? ഇനി മൂന്നാമത്തെ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽ മെയ്ഡ് ബൈ കൺസൈനി. സെയിൽ മെയ്ഡ് ബൈ കൺസൈനി എന്ന് പറയുമ്പോൾ കൺസൈനി സെയിൽ ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് കിട്ടും. ഓക്കെ, ക്യാഷ് കിട്ടുന്നുണ്ടെങ്കിൽ ക്യാഷ് കൂടും, ചെക്ക് ആണെങ്കിൽ ബാങ്ക് കൂടും. ഓക്കെ, ഇനി ക്രെഡിറ്റ് സെയിൽ ആണെങ്കിൽ ഡെപ്റ്റേഴ്സ്. ഓക്കെ, ഡെപ്റ്റേഴ്സ് തരാണ്ട് എന്ന് പറയും. ഓക്കെ, അക്കൗണ്ട് ഡെപ്റ്റർ, കാരണം ഒന്നുകിൽ ക്യാഷ് കൂടും, അല്ലെങ്കിൽ ബാങ്ക് കൂടും, അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് കൂടും. സാധാരണ ജേർണൽ എൻട്രി മക്കളെ ടു സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റൂല. സർ എന്തുകൊണ്ട്? കൺസൈനിന്റെ സെയിൽസ് ആയിട്ട് ഇല്ല, കൺസൈനി ഒരു ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് മാത്രമല്ലേ. അതുകൊണ്ട് തന്നെ ഈ ക്യാഷ് എല്ലാം ആർക്ക് വേണ്ടിയിട്ടാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഈ ബാങ്ക് ബാലൻസ് എല്ലാം ആർക്ക് വേണ്ടിയിട്ടാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഈ ഡെപ്റ്റേഴ്സ് എല്ലാം ആർക്ക് വേണ്ടിയിട്ടാ, കൺസൈനറിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് കൺസൈനർ നമ്മൾ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക ടു കൺസൈനർ അക്കൗണ്ട്. മക്കളെ മനസ്സിലാക്കി, ഈ ക്യാഷ് ബാങ്ക് അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ക്യാഷ് ബാലൻസ് ശ്രദ്ധിക്കും. ഞാൻ സെയിൽ ചെയ്തപ്പോ എനിക്കൊരു ക്യാഷ് കിട്ടി, ഈ ക്യാഷ് എനിക്കുള്ളതല്ല, എന്റെ സെയിൽസ് അല്ല, അതുകൊണ്ട് സെയിൽസ് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റൂല. ഈ ക്യാഷ് ആർക്കാണ് ഞാൻ കൊടുക്കേണ്ടത്, കൊടുക്കേണ്ട ആളുകൾ ക്രെഡിറ്റ് ചെയ്യും. ആർക്കാ കൊടുക്കേണ്ടത്, കൺസൈനറിന്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സെയിൽ ചെയ്യാനുള്ള ജേർണൽ എൻട്രി നമ്മളിപ്പോ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ അടുത്തത് ഓക്കെ, എക്സ്പെൻസ് പെയ്ഡ് ബൈ കൺസൈനി. എക്സ്പെൻസ് പെയ്ഡ് ബൈ കൺസൈനി എന്ന് പറയുമ്പോൾ എക്സ്പെൻസ് പെയ്ഡ് ബൈ കൺസൈനി എക്സ്പെൻസ് പേ ചെയ്തു, എന്ത് എക്സ്പെൻഡിച്ചർ ആയിക്കോട്ടെ. ഈ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ കൺസൈനിന്റെതല്ല, ഈ എക്സ്പെൻഡിച്ചർ ആരുതാ, കൺസൈനർ എക്സ്പെൻഡിച്ചർ. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഈ എക്സ്പെൻഡിച്ചർ ഡെബിറ്റ് ചെയ്യാൻ പറ്റൂല, രണ്ടാളും ഡെബിറ്റ് ചെയ്യില്ല. രണ്ടാളും ഡെബിറ്റ് ചെയ്തിട്ട് രണ്ടാളും എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല, അത് പറ്റൂല. കൺസൈനർ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യുക, കൺസൈനിക്കോ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് എന്താ ജേർണൽ എൻട്രി സർ, എക്സ്പെൻസ് പേ ചെയ്ത ക്യാഷ് പോകും, അത് ഉറപ്പാ. എന്നിട്ട് ജേർണൽ എൻട്രി എന്താണ്, ടു ക്യാഷ് നമുക്ക് ഉറപ്പിക്കാം. കാരണം ക്യാഷ് കുറയുമ്പോൾ നമ്മൾ ജേർണൽ എൻട്രി ടു ക്യാഷ് എന്നാണ്. ഡിക്രീസിങ് ആസ് ഷുഡ് ബി ക്രെഡിറ്റഡ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതെന്താ ഡെബിറ്റ് ചെയ്യേണ്ടത് സർ, എന്താ ഡെബിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മളെ എക്സ്പെൻഡിച്ചർ അല്ല, അതുകൊണ്ട് എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളിത് ആർക്കും വേണ്ടിയിട്ട് എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യുന്നത്, കൺസൈനറിന് വേണ്ടിയിട്ട്. ആ പൈസ കൺസൈനർ നമുക്ക് തരണ്ടേ, അയാൾ എക്സ്പെൻഡിച്ചർ ഞാൻ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ നമുക്ക് തരണ്ടേ, അങ്ങനല്ലേ? എന്താ ജേർണൽ കൺസൈനർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. എന്നിട്ട് ചില ആൾക്കാർ കൺസൈനർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് പറയുമ്പോ അതെങ്ങനെയാ, അതിന്റെ ഒരു ലോജിക്ക് എന്ന് പറഞ്ഞാലോ? വെയിറ്റ്. അതായത് ഞാന് ഒരു 10 രൂപ ഒരാൾക്ക് കൊടുക്കാനുണ്ട്, ഞാനല്ല, ബി എന്ന് പറയുന്ന ഒരാള് വേറെ സി എന്ന് പറയുന്ന ഒരാൾക്ക് 10 രൂപ കൊടുക്കാനുണ്ട്. ഓക്കെ, ഞാൻ എന്ത് ചെയ്ത് സിക്ക് 10 രൂപ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ പറയാ, സി പറയും സിക്ക് പൈസ കിട്ടാനില്ല, സി പോയി. പക്ഷെ ഞാൻ എന്താ പറയാ, ബി എനിക്ക് പൈസ തരാനുണ്ട്. അല്ലെങ്കിൽ ഞാൻ ബി എന്ത് പറയും, ബി സജീവ പൈസ കൊടുക്കാനുണ്ട്. ഇതാണ് എന്ത്, ഇതേപോലെ ട്രാൻസാക്ഷനുകൾ വരുന്നത്. അയാളെ എക്സ്പെൻഡിച്ചർ ഞാൻ പേ ചെയ്ത പ്രശ്നമുണ്ട്, അതിന്റെ പ്രശ്നമൊന്നുമില്ല. ഞാൻ എന്താ ചെയ്യാം, ഞാൻ എന്ത് ചെയ്യും, ക്യാഷ് കുറഞ്ഞു നമുക്ക് കാണിക്കുകയും ചെയ്യും, എനിക്ക് അയാൾ തരാനുണ്ടെന്ന് നമുക്ക് കാണിക്കും. അയാളെ എക്സ്പെൻഡിച്ചർ ഞാൻ മീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അയാൾ പൈസ തരുന്നത് കുറച്ച് കഴിഞ്ഞ്, ഇപ്പൊ ചിലപ്പോൾ അയാൾക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടേക്ക് തരാതെ, അതൊന്നല്ല. കൺസൈൻമെന്റ് എന്താണ്, അയാൾ ഡൽഹിയിലാവുള്ള, സിക്കിറാടെ ഉള്ളത് കണ്ണൂര്. അതാണ് നമ്മളെന്താ പറയുക, എക്സാമ്പിൾ ഓർമ്മ ഉണ്ടാ. എന്നിട്ട് ഇടക്കിടക്ക് നമ്മൾ എന്ത് ചെയ്യാം, അയാൾ പറയും
സർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് 10 രൂപന്റെ, അതിന്റെ ചെലവ് ഞാനിപ്പോ മീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ അയച്ചിട്ട് ഞാൻ മീറ്റ് ചെയ്യണം 10 രൂപയ്ക്ക് മതി. എന്നാൽ അയാൾ എന്താ പറയുക, ഗൂഗിൾ പേ അയക്കാന്ന? അല്ല, അയാൾ പറയും നീ എന്ത് ചെയ്തോ, ബൾക്കായിട്ട് എക്സ്പെൻഡിച്ചർ എന്താ വേണ്ടത് മീറ്റ് ചെയ്തോ, ഞാൻ എനിക്ക് അയച്ചു തരാം. കൺസൈനർ പറയും. ഇതാണ് ഇതിന്റെ ലോജിക്. ഞാനാണ് ഇവിടെ ഇപ്പൊ കൺസൈൻ. ഓക്കെ, ഞാൻ എന്തിനാ വർക്ക് ചെയ്യുന്നത്, കൺസൈനറിന്റെ ഗുഡ്സ് സെല്ല് ചെയ്യാൻ. ഗുഡ്സ് സെല്ല് ചെയ്ത കൺസൈനർ എനിക്ക് എന്ത് തരും, കമ്മീഷൻ തരും. എനിക്ക് കമ്മീഷൻ എന്താ, ഇൻകം. ഇൻക്രീസ് ഇൻ ഇൻകം ഷുഡ് ബി ക്രെഡിറ്റഡ് ടു കമ്മീഷൻ ഏൺഡ്. ടു കമ്മീഷൻ ഏൺഡ്. ഓക്കെ മക്കളെ മനസ്സിലായിക്കോ. ഈ കമ്മീഷൻ എനിക്ക് ആരാ തരാനുള്ളത്, കൺസൈനറാ തരാനുള്ളത്. ആരാ തരാനുള്ളത്, കൺസൈനറാ തരാനുള്ളത്. എന്നാൽ ജേർണൽ എൻട്രി എന്താ, കൺസൈനർ അക്കൗണ്ട് ഡെപ്റ്റ് ടു കമ്മീഷൻ ഏൺഡ്. ഓക്കെ, കൺസൈനർ അക്കൗണ്ട് ഡെപ്റ്റ് ടു കമ്മീഷൻ ഏൺഡ് ഓർ കമ്മീഷൻ. മക്കളെ കമ്മീഷൻ ഏൺഡ് ബൈ കൺസൈനിങ്. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കമ്മീഷൻ ഏൺ ചെയ്തു. കമ്മീഷൻ ഏൺ ചെയ്തിട്ടുണ്ട്. ഈ കമ്മീഷൻ ആരാ തരാനുള്ളത്, കൺസൈനർ. എന്നാൽ എന്താ ജേർണൽ എൻട്രി, കൺസൈനർ അക്കൗണ്ട് ഡെപ്റ്റ് ടു കമ്മീഷൻ. അത് മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ് ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ഫോർ ബാഡ് ഡെപ്റ്റ്. ഫോർ ബാഡ് ഡെപ്റ്റ്. ഓക്കെ, ഫോർ ബാഡ് ഡെപ്റ്റ് എന്താ ജേർണൽ എൻട്രി, ഫോർ ബാഡ് ഡെപ്റ്റ് എന്താ ജേർണൽ എൻട്രി എന്ന് പറയുമ്പോൾ ഓർഡിനറി കമ്മീഷൻ ആണെങ്കിൽ, ഓക്കെ, ഓർഡിനറി കമ്മീഷൻ ആണെങ്കിൽ നോ എൻട്രി. ഓർഡിനറി കമ്മീഷൻ ആയ എന്താ ജേർണൽ എൻട്രി, നോ എൻട്രി. കാരണം ഓർഡിനറി കമ്മീഷൻ ആണെങ്കിൽ അത് എക്സ്പെൻഡിച്ചർ അല്ല. ആര് എക്സ്പെൻഡിച്ചറാ, അത് കൺസൈനർ എക്സ്പെൻഡിച്ചർ ആണ്. കൺസൈനിന്റെ എക്സ്പെൻഡിച്ചർ, അതുകൊണ്ട് തന്നെ ഞാൻ എൻട്രി പാസ് ചെയ്യേണ്ട. ഇനി ഡെൽ ക്രെഡിറ്ററി കമ്മീഷൻ ആണെങ്കിൽ, ഡെൽ ക്രെഡിറ്ററി കമ്മീഷൻ ആണെങ്കിൽ, ഓക്കെ, ഡെൽ ക്രെഡിറ്ററി കമ്മീഷൻ ആണെങ്കിൽ എന്താ ജേർണൽ എൻട്രി, ബാഡ് ഡെപ്സ്. ബാഡ് ഡെപ്സ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ ആണ് എനിക്ക്, അതുകൊണ്ട് അത് ഡെബിറ്റ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യണം, ബാഡ് ഡെപ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഡെപ്റ്റേഴ്സ്, സാധാ ജേർണൽ എൻട്രി. ബാഡ് ഡെപ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഡെപ്റ്റേഴ്സ്, സാധാ ജേർണൽ എൻട്രി. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ, ബാഡ് ഡെപ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഡെപ്റ്റേഴ്സ്, സാധാ ജേർണൽ എൻട്രി. ഡെപ്റ്റേഴ്സിന്റെ സാധാ ജേർണൽ എൻട്രി. മക്കളെ മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ് സെറ്റിൽമെന്റ്. ചിലപ്പോൾ സെറ്റിൽമെന്റ് ഉണ്ടാവും, ചിലപ്പോൾ എന്ത് ചെയ്യും, കൺസൈനിക്ക് കൊടുക്കാനാവും, ചിലപ്പോൾ കൺസൈനറിന് കൊടുക്കാനുണ്ടാവും. ഓക്കെ, ജനറലി സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസൈനി ഹാവ് ടു പേ എമൗണ്ട് ടു കൺസൈനർ. ഓക്കെ മക്കളെ, ഈ എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം, എന്ന് ചോദിച്ചാൽ നിങ്ങൾ കൺസൈനർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ മതി. കൺസൈനർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ മനസ്സിലാവും നിങ്ങൾ അയാൾക്ക് കൊടുക്കാനുള്ളത് കിട്ടാനുള്ളത്. കാരണം പല എമൗണ്ടും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഒരു അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ബിൽസ് പേയബിൾ കൊടുത്തിട്ടുണ്ട്, പിന്നെ അതേപോലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അയാൾക്കും വേണ്ടി എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ അയാൾക്ക് വിറ്റതിന്റെ പൈസ നമ്മൾ കൊടുക്കാനുണ്ട്. ചില കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ചില കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ എന്ത് ചെയ്യാം, നെറ്റ് എമൗണ്ട് എത്രയാണോ കൊടുക്കാനുള്ളത് അത് നമ്മൾ എന്ത് ചെയ്യണം, കൺസൈനർ ഹാവ് ടു പേ ദ എമൗണ്ട് ടു കൺസൈനർ. കൺസൈനർ എമൗണ്ട് പേ ചെയ്യുമ്പോൾ എന്താ ജേർണൽ എൻട്രി, കൺസൈനർ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് ഓർ ക്യാഷ്. ചിലപ്പോൾ കൺസൈനിക്ക് കൺസൈനർ തരേണ്ടതാണെങ്കിൽ അങ്ങനെ ഈ ജേർണൽ എൻട്രി എന്തായിരിക്കും, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു കൺസൈനർ. ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു കൺസൈനർ. അത് എങ്ങനെയാവും, ഓക്കെ, എങ്ങനെയാവും പ്രശ്നമൊന്നുമില്ല. അതിനൊന്നും ജേർണൽ എൻട്രി നമ്മൾ വെല്ലിങ്ങനെ പഠിപ്പിക്കണം. കാരണം ഒരു ഡെപ്റ്ററിൽ നിന്ന് പൈസ കിട്ടുമ്പോൾ ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഡെപ്റ്റർ. ക്രെഡിറ്റർ നമ്മൾ എമൗണ്ട് പേ ചെയ്യുമ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ്. മനസ്സിലാക്കേണ്ടത് കൺസൈനർ അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് കൂടുതലാണെങ്കിൽ ക്രെഡിറ്റർ, ഡെബിറ്റ് ബാലൻസ് കൂടുതലാണെങ്കിൽ ഡെപ്റ്റർ. അതായത് ക്രെഡിറ്റ് ബാലൻസ് കൂടുതലാണെങ്കിൽ അയാൾക്ക് കൊടുക്കാനുണ്ട്, ഡെബിറ്റ് ബാലൻസ് കൂടുതലാണെങ്കിൽ കിട്ടാനുണ്ട്. കിട്ടാണെങ്കിൽ പൈസ വാങ്ങിച്ചോ, കൊടുക്കാണെങ്കിൽ കൊടുത്തോ, കയ്യിൽ. ഇത്രയേ ഉള്ളൂ ജേർണൽ എൻട്രീസ്. മക്കൾ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 1 ഇന്നലെ ചെയ്തിട്ടുണ്ട്, ഇലസ്ട്രേഷൻ 1. അതിന്റെ ബേസ് ചെയ്ത് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 2 ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, വേണ്ടാത്ത പല കാര്യങ്ങളും ഉണ്ടാവും, അത് നമ്മൾ ഇഗ്നോർ ചെയ്യണം. വേണ്ടാത്ത പല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് കൺസൈനിന്റെ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ റെക്കോർഡ് ചെയ്യേണ്ട എന്നുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടാവും, അത് ഇഗ്നോർ ചെയ്ത് ബാക്കി മാത്രം റെക്കോർഡ് ചെയ്താൽ മതി. നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് വായിക്കുന്നതിനനുസരിച്ച് ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്യാം, ബാക്കി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ, അതിനുശേഷം ചെയ്യാം. ഇല്ലസ്ട്രേഷൻ 2 എന്താ ചോദിച്ചതെന്ന് വെച്ചാൽ ജേർണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനി ആണ്. ഓക്കെ, എക്സസ് എൻഡ് ഓൺ 1st July 2016 ടു ബൈ ഗുഡ്സ് കോസ്റ്റിംഗ് ₹50,000. ബൈ ആണ് കൺസൈനി. ഓക്കെ, 50,000 ഗുഡ്സ് സെൻഡ് ചെയ്തെങ്കിൽ ജേർണൽ എൻട്രി പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ആൻഡ് സ്പെൻഡ് ₹1,000 ഓൺ പാക്കിംഗ് എക്സെട്ര. അതിനും എന്ത് ചെയ്യേണ്ട, ജേർണൽ എൻട്രി പാസ് ചെയ്യേണ്ട ആവശ്യമില്ല.
On 3rd July 2016, Y received the goods and sent his acceptance to X for rupees 30,000 payable at 3 months. അതിനാണ് ഫസ്റ്റ് ജേർണൽ എൻട്രി. എന്താ ജേർണൽ എൻട്രി? കൺസൈനേഴ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബിൽസ് പേയബിൾ അക്കൗണ്ട്. ഓക്കെ, ഫസ്റ്റ് ജേർണൽ എൻട്രി അതിനാണ്. ബിൽസ് പേയബിൾ അക്കൗണ്ട്. ഓക്കെ, ഫസ്റ്റ് ജേർണൽ എൻട്രി. പിന്നെ രണ്ടാമത്തെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് പിന്നെ Y spent 2,000 on flight and cartage, rupees 500 on Gordon Run and 300 on insurance. അതിന്റെ ജേർണൽ എൻട്രി. എന്താ ജേർണൽ എൻട്രി? അതായത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യുമ്പോൾ അയാൾ പൈസ തരാൻ എന്താ പറയുന്നത്? ഓക്കെ, കൺസൈനർ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക്. ഓക്കെ, എത്ര എമൗണ്ട് വരാം? അതായത് 2,500 2,800 റുപ്പീസ് വരും. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ജേർണൽ എൻട്രി എന്ന് പറയുന്നത്, തേർഡ് ജേർണൽ എൻട്രി ചെയ്യുന്നതിന് മുമ്പ് ക്വസ്റ്റ്യൻ വായിക്കണം. ഓക്കെ, അതായത് സെല്ല് ചെയ്തെന്ന് പറയും. 4/5 of the goods had been sold for 55,000. സെല്ല് ചെയ്ത് എങ്ങനെ സെല്ല് ചെയ്തെന്നും പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ബാങ്കും ഡെബിറ്റ് ചെയ്യാം, ഡെപ്റ്റും ഡെബിറ്റ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം ജസ്റ്റ് മക്കളെ കൺസെപ്റ്റ് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ തലമ എടുത്തിട്ട് വെക്കണ്ട. ഓക്കെ, ജസ്റ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കാം. ബാങ്ക് ഡെബിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് ഡെബിറ്റ് ചെയ്യാം. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ഓർ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കൺസൈനേഴ്സ് അക്കൗണ്ട്. എത്ര എമൗണ്ട്? 55,000. സാർ അതങ്ങനെ എന്താ അങ്ങനെ പറഞ്ഞാൽ ശരിയാവാ? എന്താ ശരിയാന്ന് വെച്ചാൽ ക്രെഡിറ്റ് സെയിൽ ആണെങ്കിൽ ക്രെഡിറ്റ് സെയിൽ എന്ന് പറയും, ക്യാഷ് സെയിൽ ആണെങ്കിൽ ക്യാഷ് സെയിൽ എന്ന് പറയും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഫോർത്ത് നെക്സ്റ്റ് ജേർണൽ എൻട്രി എന്ന് പറയുന്നത് അതിന്റെ മുന്നേ സെയിൽ ചെയ്യുന്നതിന് മുന്നേ ഓക്കെ ബിൽസ് പേയബിൾ ഡ്യൂ ഡേറ്റിന് പേ ചെയ്യുന്നുണ്ട്. ബിൽസ് പേയബിൾ ഡ്യൂ ഡേറ്റിന് പേ ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക്. ഓക്കെ, ബാങ്ക് ആയിരിക്കും ജനറലി, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ബിൽസ് പേയബിൾ ഡ്യൂ ഡേറ്റിന് നമ്മൾ പേ ചെയ്യാം. ഞാൻ കൺസൈൻ ആണെങ്കിൽ പേ ചെയ്യും, ബിൽസ് റിസീവബിൾ ആണെങ്കിൽ എനിക്ക് കിട്ടും. അതാണ് സംഭവം. ഓക്കെ, പറയുന്ന മനസ്സിലായോ മക്കളെ? പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഓക്കെ Y is entitled to a commission of 10%. ഓക്കെ, 10% എന്ന് പറയുമ്പോൾ ഫിഫ്ത്ത് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് കമ്മീഷന്റെ ജേർണൽ. എന്താ കമ്മീഷന്റെ ജേർണൽ എൻട്രി? കൺസൈനർ തരാനുണ്ട്. ഓക്കെ, കൺസൈനർ അക്കൗണ്ട് ഡെബിറ്റഡ് ടു കമ്മീഷൻ. ഓക്കെ, പിന്നെ ബാഡ് ഡെപ്റ്റ് വരുന്നുണ്ട്. ബാഡ് ഡെപ്റ്റ് ആണ് അടുത്ത ട്രാൻസാക്ഷൻ. ബാഡ് ഡെപ്റ്റിന്റെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ഓർഡിനറി കമ്മീഷൻ. ഒന്നും പറയുന്നില്ല. ഓർഡിനറി കമ്മീഷൻ ആണെങ്കിൽ ജേർണൽ എൻട്രി ഉണ്ട് ഇല്ല. ഓക്കെ, ഡെലിഗേറ്ററി കമ്മീഷൻ ആണെങ്കിൽ മാത്രമേ ജേർണൽ എൻട്രി ഉള്ളൂ. ഓക്കെ, അതാ ഞാൻ പറയുന്നത്. ഇത് കൺസെപ്റ്റ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അസംപ്ഷൻ കൊടുക്കാം. ഓക്കെ, ഇഫ് ഓർഡിനറി കമ്മീഷൻ നോ എൻട്രി. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അസംപ്ഷൻ കൊടുക്കാം. അഥവാ ബൈ ചാൻസ് എക്സാമിന് ഇങ്ങനെ വന്നിട്ട് നിങ്ങൾ അസംപ്ഷൻ കൊടുത്തോ, ഓർഡിനറി ആണോ ഡെലിഗേറ്ററി ആണോ ഒന്നും പറയുന്നില്ലെങ്കിൽ ഓർഡിനറി കമ്മീഷൻ ആയിട്ട് എടുക്കേണ്ടത്. ഡെലിഗേറ്ററി കമ്മീഷൻ ആണെങ്കിൽ എന്താ ജേർണൽ എൻട്രി? ബാഡ് ഡെപ്റ്റ്സ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു കസ്റ്റമേഴ്സ്. ബാഡ് ഡെപ്റ്റ്സ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു കസ്റ്റമേഴ്സ് അക്കൗണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് എന്താ പറയുന്നത്? വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ? വേറൊന്നും പറയുന്നില്ല. ഓക്കെ, പിന്നെ സെറ്റിൽമെന്റ് ആണ്. സെറ്റിൽമെന്റ് കിട്ടാണ്ടി വാങ്ങിക്കുക, കൊടുക്കാണ്ടി കൊടുക്കുക, അത്രേ ഉള്ളൂ ജേർണൽ എൻട്രി. പറയുന്ന മനസ്സിലാകുന്ന നമുക്ക് ജസ്റ്റ് ഒരു കൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ കൂടി ചെയ്യിപ്പിക്കുന്നത്. അല്ലാണ്ട് ഇതൊന്നും വലിയ തലക്ക് വെച്ചിട്ട് എടുത്തിട്ട് കൊണ്ടുപോകേണ്ട ക്വസ്റ്റ്യൻ ഒന്നല്ല. നോർമൽ ലോസ്, അബ്നോർമൽ ലോസ്. നോർമൽ ലോസ് എന്ന് പറയുന്നത് എന്താ നമുക്ക് ഫസ്റ്റ് മനസ്സിലാക്കാം. എന്നിട്ട് നമുക്ക് ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 5 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് അബ്നോർമൽ ലോസിലേക്ക് വരാം. നോർമൽ ലോസ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ എന്റെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചിട്ട് വിൽക്കുന്നതിന്റെ ഇടക്ക് അത് എന്തായാലും ആ ലോസ് ഇല്ലാണ്ട് എനിക്ക് വിൽക്കാൻ പറ്റില്ല. അതിനെ നമ്മൾ എന്ത് പറയുന്നത്? നോർമൽ ലോസ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ നമുക്ക് ബേസിക് എക്സാമ്പിൾ പറയാം. ഇപ്പൊ തക്കാളി നമ്മൾ വാങ്ങിക്കുന്നതിലായിരിക്കും. ഒരു ബോക്സ് തക്കാളി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്കറിയാം അതിലൊരു 500 ഗ്രാം അതായത് 1/2 കിലോ. ഓക്കെ, 1/2 കിലോയിലെങ്കിലും മിനിമം നഷ്ടം ഉണ്ടാവും. എപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നോർമൽ ലോസ് കണ്ടുപിടിക്കുന്നത്. പറയുന്നത് മനസ്സിലാകുന്ന മക്കളെ, നോർമൽ ലോസ് ഇപ്പൊ ഇത്ര % അത്രയും ഉണ്ടാവും അങ്ങനെയല്ല. നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയും എത്രയാണ് നോർമൽ ലോസ്. അതായത് ഒരു ബോക്സ് നമ്മൾ തക്കാളി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 1/2 കിലോ നമുക്ക് എന്തായാലും നഷ്ടമായിരിക്കും. ആ 1/2 കിലോ നഷ്ടമില്ലാണ്ട് എനിക്ക് വിൽക്കാൻ പറ്റില്ല. അതിൽ നമ്മൾ പറയുന്നത് നോർമൽ ലോസ്. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ വരുന്നുണ്ടെങ്കിൽ നമ്മളൊരു ചാക്ക് പഞ്ചസാര വാങ്ങിച്ചു. ഓക്കെ,
ഞാനൊരു റീറ്റെയിലർ ആണ്, ഞാൻ ഹോൾസെയിലർ ഷോപ്പിൽ നിന്ന് ചാക്ക് പഞ്ചസാര വാങ്ങിച്ചു. ഒരു ചാക്ക് പഞ്ചസാര എന്ന് പറഞ്ഞാൽ ചിലപ്പം 30 kg അല്ലെങ്കിൽ 25 kg അല്ലെങ്കിൽ 25-50 ഓക്കെ, അല്ലെങ്കിൽ 100 kg ഇങ്ങനെ വരുന്നത്. 25 kg ഒരു പാക്കറ്റ് വാങ്ങിച്ചു തരാം, എനിക്ക് ഉറപ്പാണ് അതിൽ 1 kg എന്ന് പറഞ്ഞാൽ ലോസ് ഉണ്ടാവും. എന്തുകൊണ്ടാ? നമ്മൾ ഈ കോരുമ്പോ വേറും അല്ലേ അല്ലേ മറിയും, എന്താ പറയാ, എനിക്ക് അതന്നെ സംഭവം പറയുന്നത് മനസ്സിലാകണ്ട. നമ്മൾ കോരുമ്പോ, അതായത് നമ്മൾ എടുക്കൂലേ, അളക്കാൻ വേണ്ടിട്ട് എടുക്കൂലേ, അളക്കാൻ എന്താ പറയാ, തൂക്കാൻ വേണ്ടി, ഓക്കെ, തൂക്കാൻ വേണ്ടി എടുക്കുമ്പോ അതെന്ത് ചെയ്യും, കുറച്ച് കുറച്ച് മറിയും, പുറത്തേക്ക് ഫോൾ ഡൗൺ ചെയ്യും, ഓക്കെ, ഫോൾ ഡൗൺ ചെയ്യും. പറയുന്നത് മനസ്സിലാകണ്ട. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ കൺട്രോൾ ചെയ്യാനൊന്നും പറ്റൂല. അതേ നമ്മൾ എന്താ പറയുക, നോർമൽ ലോസ് ആണ്. നോർമൽ ലോസ് ഇല്ലാണ്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അത് എല്ലാ പ്രോഡക്റ്റിലും, ചില പ്രോഡക്റ്റിൽ മാത്രം. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഷുഗർ, ടൊമാറ്റോ അല്ലെങ്കിൽ വെജിറ്റബിൾസ്, എല്ലാ കാര്യങ്ങളും, വെജിറ്റബിൾസ് എല്ലാ കാര്യങ്ങളും, ഫ്രൂട്ട്സ് എല്ലാ കാര്യങ്ങളും, ഓക്കെ. ഈ കേസിൽ നമുക്ക് എന്തായാലും ലോസ് ഉണ്ടാവും. മുട്ട എങ്ങനെയാ, നമ്മളിപ്പോ, ഞാനിപ്പോ റീറ്റെയിലർ, ഞാൻ കണ്ണൂരുണ്ട്, ഓക്കെ, കണ്ണൂർ കക്കാട് കുഞ്ഞിപ്പള്ളിയിലുണ്ട്. കണ്ണൂരിൽ ഞാൻ സാധനം വാങ്ങിച്ച് എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ജനറലി മിനിമം 1 കിട്ടും, ഒരു 3 വാങ്ങിച്ചിട്ട് 1 കിട്ടും. കാരണം കണ്ണൂരിലുള്ള റോഡെല്ലാം സൂപ്പർ ആണല്ലോ, ഓക്കെ, കുണ്ടില്ലല്ലോ, ഓക്കെ, ഗട്ടറൊന്നുമില്ല, നല്ല റോഡാണ്, അതുകൊണ്ട് പേടിക്കാനേ ഇല്ല. പറയുന്നത് മനസ്സിലാകുന്നുണ്ടാ? ഇതാണ് നോർമൽ ലോസ് എന്ന് പറയുന്നത്, ഓക്കെ. നോർമൽ ലോസിന്റെ ട്രീറ്റ്മെന്റ് എന്ത്? നോർമൽ ലോസ് ഉണ്ടെങ്കിൽ ജേർണൽ എൻട്രി പാസ് ചെയ്യണ്ട, രക്ഷപ്പെട്ടു. നോർമൽ ലോസ് ആണെങ്കിൽ ജേർണൽ എൻട്രി പാസ് ചെയ്യണ്ട, രക്ഷപ്പെട്ടു. സർ, പിന്നെ അതെങ്ങനെ ട്രീറ്റ് ചെയ്യാം? നോർമൽ ലോസ് കോസ്റ്റിന്റെ ഭാഗമായിട്ട് വരും മക്കളെ. എന്താണ് നോർമൽ ലോസ്? കോസ്റ്റിന്റെ ഭാഗമായിട്ട് വരും. പറയുന്ന മനസ്സിലാവുന്ന മക്കളെ? നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റിന്റെ ഭാഗമായിട്ട് വരും, അതിനൊരു ജേർണൽ എൻട്രി ഇല്ല. ഇതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ എല്ലാവരും? നമ്മൾ നോർമൽ ലോസിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയുന്നത്. നോർമൽ ലോസിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ ജേർണൽ എൻട്രി ആയിട്ട് ഇല്ല, ഓക്കെ. കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി? ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ ഇത് കോസ്റ്റിന്റെ ഭാഗമായിട്ട് ട്രീറ്റ് ചെയ്യണം. എങ്ങനെ കോസ്റ്റിന്റെ ഭാഗമായിട്ട് ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറയുന്നത് മനസ്സിലായി, ഓക്കെ. 100 യൂണിറ്റ്സ് അറ്റ് ₹9 ആണ് നമ്മൾ വാങ്ങിക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു യൂണിറ്റിന് എത്ര രൂപ? 9 രൂപ. 100 യൂണിറ്റ്സിൽ എത്രയായി? 900 rupees ആയി. എത്രയായി? 900 rupees ആയി. ഇനി ഞാൻ ഈ കൺസൈനർ അല്ലെങ്കിൽ ആരായിക്കോട്ടെ, ഓക്കെ, കൺസൈനർ ആവാം അല്ലെങ്കിൽ സാധാരണ പർച്ചേസ് ആവാം, എന്തും ആവാം മക്കളെ. നോർമൽ ലോസിന്റെ ട്രീറ്റ്മെന്റ് ഏത് ചാപ്റ്റർ ആയാലും സെയിം ആണ്, അതിപ്പോ മനസ്സിലായിക്കോ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് സോൾ പ്രൊപ്പറേറ്റേഴ്സ്, അവിടെയും ഇത് സംഭവിക്കാം. നമ്മൾ പർച്ചേസ് ചെയ്ത ഗുഡ്സ് നമ്മളടുത്ത് എത്തിയിട്ട് നമ്മൾ വിൽക്കുന്ന ടൈമിൽ നമുക്ക് നോർമൽ ലോസ് ഉണ്ടാവാം, അബ്നോർമൽ ലോസ് ഉണ്ടാവാം. അതേപോലെ കൺസൈനർ ഗുഡ്സ് സെൻഡ് ചെയ്തിട്ട് അത് കൺസൈനിക്ക് എത്തുന്നതിന് മുന്നേ നോർമൽ ലോസ് ഉണ്ടാവാം, അബ്നോർമൽ ലോസ് ഉണ്ടാവാം. നമ്മൾ ഈ നോർമൽ ലോസ് ഉണ്ടെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് ആണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാ ചാപ്റ്ററിലും സെയിം ആണ്, പഠിച്ചോ. ജേർണൽ എൻട്രി ഇല്ല നോർമൽ ലോസിന്. നോർമൽ ലോസ് കോസ്റ്റിന്റെ ഭാഗമായിട്ട് ട്രീറ്റ് ചെയ്യാം. എന്താ കോസ്റ്റിന്റെ ഭാഗമായിട്ട് ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് 100 യൂണിറ്റ്സ് അറ്റ് ₹9 ആണ് നമ്മൾ വാങ്ങിക്കുന്നത്, ഓക്കെ. അത് 900 rupees ആണ്. കൺസൈനർ അത് വാങ്ങിച്ചു, ഓക്കെ, കൺസൈനർ അത് വാങ്ങിച്ചു. തൽക്കാലം കൺസൈനറാ വാങ്ങിച്ചത് വിചാരിക്കും. കൺസൈനർ അതെന്ത് ചെയ്ത് സെൻഡ് ചെയ്ത് ആർക്ക്? കൺസൈനിക്ക്. ബട്ട് കൺസൈനിക്ക് സെൻഡ് ചെയ്തപ്പോ നമുക്ക് ഉറപ്പാ അത് സെൻഡ് ചെയ്യുമ്പോൾ മിനിമം നമുക്ക് എത്ര നോർമൽ ലോസ് 10 യൂണിറ്റ്സ് ഉണ്ടാവും. എത്രയാണ്? 10 യൂണിറ്റ്സ് ഉണ്ടാവും. അതായത് കൺസൈനിക്ക് കിട്ടുന്നത്, കൺസൈനി ഗോട്ട്, ഓക്കെ, എത്ര? 90 യൂണിറ്റ്സ് ആണ്. എത്രയാണ്? 90 യൂണിറ്റ്സ്. മക്കളെ ശ്രദ്ധിക്ക്, 90 യൂണിറ്റ്സ് ആണ് ആർക്ക് കിട്ടുന്നത്? കൺസൈനിക്ക്. 10 യൂണിറ്റ്സ് നോർമൽ ലോസ്, നഷ്ടമായി പോയി, ഓക്കെ. 10 യൂണിറ്റ്സ് എന്തായി? നഷ്ടമായി പോയി. നമ്മൾ എന്താ ചെയ്യണ്ടേ? അതാണ് നമ്മൾ ചിന്തിക്കണം. അതായത് 10 യൂണിറ്റ്സിന് നമുക്ക് ചെലവായത് എത്ര പൈസ? 10 യൂണിറ്റ്സ് അറ്റ് ₹9. അറ്റ് ₹9 ദാറ്റ് ഈസ് ഈക്വൽ ടു 90 rupees. എത്രയാണ്? 90 rupees. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ 90 rupees എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ 90 rupees എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ 90 rupees ഈ 90 യൂണിറ്റ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതായത് ഓട്ടോമാറ്റിക്കലി ഓക്കെ, കോസ്റ്റ് പെർ യൂണിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ്, അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു 90 divided by 90. 90 rupees 90 യൂണിറ്റ്സിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, ഓക്കെ. 90 rupees 90 യൂണിറ്റ്സിൽ എത്രയാണ്? 1 rupees. അതായത് ഈ 90 rupees നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഓരോ യൂണിറ്റിനും ഓരോ രൂപ വെച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓട്ടോമാറ്റിക് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം
കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് പർച്ചേസ് പ്രൈസ് എത്രയാണ് 9 rupees. എത്രയാണ് പർച്ചേസ് പ്രൈസ് 9 rupees. അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ നോർമൽ ലോസിന്റെ എമൗണ്ട് കൂടി ആഡ് ചെയ്യുക. അത് എത്രയാണ് 1 rupees. അതായത് നിങ്ങളെ കോസ്റ്റ് ഇപ്പൊ എത്രയായിട്ടുണ്ടാവും 10 rupees ആയിട്ടുണ്ടാവും. ഒരു യൂണിറ്റിന്റെ കോസ്റ്റ് എത്രയാണ് 10 rupees. കോസ്റ്റിന്റെ എത്രയാണ് 10 rupees. ഓട്ടോമാറ്റിക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 10 rupees ആണ് ഒരു യൂണിറ്റിൻ്റെത്. എത്ര യൂണിറ്റ്സ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്? 90 units. That is equal to 90 units into rupees 10. That is equal to 900. Okay, 900 തന്നെയാണ് നമ്മളിപ്പോ കോസ്റ്റ് വന്നത്. നമ്മൾ ഓൾറെഡി കോസ്റ്റ് ഇൻകർ ചെയ്തത് എത്രയാണ് 900 തന്നെയാണ്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ മക്കളെ? ഓക്കെ ആണോ മക്കളെ? 900 rupees വാല്യൂ ഉള്ള ഗുഡ്സ് നമ്മൾ വാങ്ങിച്ചു. 100 യൂണിറ്റ്സ് വാങ്ങിച്ചത്. എത്ര? 9 രൂപക്ക്. ശരിക്കും പറഞ്ഞാൽ നമ്മള് അയച്ചു, കൺസൈനിക്ക് കിട്ടിയത് 90 യൂണിറ്റ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതായത് ബാക്കി 10 യൂണിറ്റ്സ് നഷ്ടപ്പെട്ടു. ഈ നഷ്ടപ്പെട്ടത് എന്താ ചെയ്യണേ? നഷ്ടപ്പെട്ടത് ലോസ് എന്ത് ചെയ്യണം? നഷ്ടപ്പെട്ടത് നോർമൽ ലോസ് ആയതുകൊണ്ട് അത് കോസ്റ്റിന്റെ ഭാഗമായിട്ട് ട്രീറ്റ് ചെയ്യണം. കോസ്റ്റിന്റെ ഭാഗമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ അതെങ്ങനെ ചെയ്യാം? അതായത് നിങ്ങൾക്ക് എത്രയാണോ നഷ്ടപ്പെട്ടതിന്റെ കോസ്റ്റ്, അത് നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ നിങ്ങളെ ഗുഡ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ 90 യൂണിറ്റ്സ്, അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നിങ്ങളെ കോസ്റ്റ് ഓഫ് ദി പ്രൊഡക്റ്റ് ഇത്രയും ചെയ്യണം. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. കോസ്റ്റ് ഓഫ് നോർമൽ ലോസ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഗുഡ് യൂണിറ്റ്സ്. ഓക്കെ, നിങ്ങൾക്ക് ഒന്ന് ഇങ്ങനെ ചെയ്യാമാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ശ്രദ്ധിക്കാം, അബ്നോർമൽ ലോസ് ഒന്നിങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ 90 യൂണിറ്റ്സിന് ഓൾറെഡി എത്ര പൈസ? 90 യൂണിറ്റ്സ് ഇൻറ്റു 9 rupees എന്ന് പറയുന്നത് 810 ആണ് നമ്മളെ യൂണിറ്റ്സിന്റെ കോസ്റ്റ്. ഓക്കെ, 90 ഇൻറ്റു 9 എന്ന് പറയുന്നത് എത്രയാണ്? 810. ഓക്കെ, നോർമൽ ലോസിന്റെ എത്ര എമൗണ്ട്? അതും കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. നമ്മൾ അങ്ങനെ പറഞ്ഞത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് 900. എത്രയാണ്? 900. ഇതാണ് കോസ്റ്റ്. നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എത്ര യൂണിറ്റ്സ് ഉണ്ട്? കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു 900 ഡിവൈഡഡ് ബൈ 900 divided by 100 അല്ല മക്കളെ, 900 divided by 90 ആണ്. കാരണം 90 യൂണിറ്റ്സ് ആണ് നമുക്ക് ഇപ്പോൾ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 rupees. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 rupees. നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത് എത്രയാണ്? 10 rupees. ഓക്കെ, പറയുന്നത് മനസ്സിലാകുന്നുണ്ട് മക്കളെ? മനസ്സിലാക്കണം. അല്ലാണ്ട് ഇത് ഇത്ര സിമ്പിൾ ആവാൻ നിർബന്ധമില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഈ 9 rupees എന്ന് പറഞ്ഞ പർച്ചേസ് പ്രൈസ് ആണ്. ഇത് മാത്രമല്ല ഉണ്ടാവുക. ചിലപ്പോൾ നമ്മൾ ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ ചില എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടാവും. അതും എന്താണ്? കോസ്റ്റിന്റെ ഭാഗം. അതൊക്കെ കൺസിഡർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നോർമൽ ലോസിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഏതൊരു ഓർഗനൈസേഷനും നോർമൽ ലോസ് ഉണ്ടെങ്കിൽ ഓക്കെ, അവർക്കറിയാം അവരെ കോസ്റ്റിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവര് മിനിമം ഇപ്പൊ ഈ എക്സാമ്പിള് ഇവർക്കറിയാം 9 രൂപക്കാണ് വാങ്ങിച്ചത്. ഇവർ ഒരു കാലത്ത് 10 രൂപക്ക് വിൽക്കാൻ നിൽക്കില്ല. കാരണം ഇവർക്കറിയാം നോർമൽ ലോസും കൂടി കുടിക്കാൻ ഇതിന്റെ പൈസ 10 രൂപ ആവും. അതായത് മിനിമം ഇവർ വിൽക്കുന്നത് 12 11 വാട്ടവർ മോർ ദാൻ 10 ആയിരിക്കും. എല്ലാ ഓർഗനൈസേഷനും അങ്ങനെ തന്നെയാണ്. ഈ നോർമൽ ലോസ് കോസ്റ്റിന്റെ ഭാഗമായിട്ട് ട്രീറ്റ് ചെയ്യും. കാരണം അതില്ലാണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സെയിൽ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യും? അവർ അതിന്റെ ഭാഗമായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് അത്രത്തോളം കോസ്റ്റ് കൂട്ടിക്കാണും. ഇപ്പൊ നമ്മൾ പറയാം, ഫോർ എക്സാമ്പിൾ പെന്നിന്റെ നമ്മൾ ഈ റീഫില്ലർ റീഫില്ലറിൽ നമ്മൾ ഇങ്ക് ഡ്രോപ്പ് ചെയ്യുന്നില്ല. ഇങ്ക് ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ലോസസ് ഉണ്ടാവും. കാരണം നമുക്ക് കറക്റ്റ് അങ്ങനെ തന്നെ പോകണമെന്ന് നിർബന്ധമില്ല. കുറച്ച് മറിയാം, പുറത്തോട്ട് പോകാം, അങ്ങനെ പലതും സംഭവിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവിടെ നോർമൽ ലോസ് ഉണ്ടാവും. ആ നോർമൽ ലോസ് ഒക്കെ കൺസിഡർ ചെയ്താണ് ഈ പെന്നിന്റെ കോസ്റ്റ് അവർ കൺസിഡർ ചെയ്യുന്നത്. കോസ്റ്റ് എന്ന് പറയുന്നത് അതായത് ഇതിപ്പോ 3 രൂപന്റെ പെണ്ണാണെങ്കിൽ 3 rupeesന്റെ പെണ്ണാന്ന് തോന്നിയത്. ഇത് 3 rupeesന്റെ പെണ്ണാണെങ്കിൽ അവർ മിനിമം 3 rupeesനെക്കാട്ടി കുറവായിരിക്കും അവരുടെ കോസ്റ്റ്, ഇൻക്ലൂഡിങ് നോർമൽ ലോസ്. പക്ഷേ നിങ്ങൾ വിചാരിക്കും സെയിം നമ്മൾ ഡീപ് ടു ദ സബ്ജക്ട് ഗോയിങ് ഡീപ് ടു ദ സബ്ജക്ട്. അതായത് ഇവർക്ക് എന്താന്ന് വെച്ചാൽ ഇവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തക്കാളി തക്കാളി നമ്മളൊരു ബോക്സ് വാങ്ങിച്ചു, 1/2 കിലോ സാധാരണ രീതിയിൽ നഷ്ടം ഉണ്ടാവും. നമ്മൾ വാങ്ങിച്ചിട്ട് ഞാൻ കൊണ്ടുവന്നിട്ട് ഞാൻ ആ ബോക്സ് അൺപാക്ക് ചെയ്യാണ്ട് അവിടെ തന്നെ വെച്ചു. അതായത് പൊട്ടിക്കാണ്ട് അവിടെ തന്നെ വെച്ചു. പൊട്ടിക്കാണ്ട് അവിടെ തന്നെ വെച്ചാൽ ആ ചൂടടിച്ചിട്ട് ആ വെജിറ്റബിൾ അതായത് ടൊമാറ്റോ തക്കാളി അതായത് നഷ്ടം പോയെന്ന് വെച്ചാൽ ഒരു ബോക്സിന് മിനിമം 10 കിലോനാണെങ്കിൽ നോർമൽ ലോസ് എന്ന് പറയുന്നത് 500 ഗ്രാം നമ്മൾ പറഞ്ഞത്.
നഷ്ടമായത് വിചാരിക്കും 10 കിലോ 8 കിലോ നഷ്ടമായി. 8 കിലോ നഷ്ടമായി എന്ന് വിചാരിച്ചിട്ട് ഓക്കെ ഫോർ എക്സാമ്പിൾ 8 കിലോ നഷ്ടമായി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നോക്കിയാലേ 10 കിലോന് 10 രൂപയാണ് തക്കാളിക്ക് ഓക്കെ 100 രൂപയാണെന്ന് വിചാരിക്കും. ഓക്കെ അതിൽ 8 കിലോ നഷ്ടമായി. അബ്നോർമൽ ലോസ് എന്നാണ് ഇതിന് പറയാം. ഓക്കെ അബ്നോർമൽ ലോസ് എന്ത് ലോസ് ആയിക്കോട്ടെ ഓക്കെ ശ്രദ്ധിക്കും. എന്നിട്ട് നിങ്ങൾ പറയുന്നു ഈ അബ്നോർമൽ ലോസ് എന്ത് ചെയ്യണം കോസ്റ്റിന്റെ ഭാഗമായിട്ട് ട്രീറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ അങ്ങനെ വിൽക്കണം. നിങ്ങൾ നോക്കിയാൽ എന്താ ചെയ്യേണ്ടത് അയാൾ എന്താ ചെയ്യുക 8 കിലോന്റെ എന്ന് വെച്ചാൽ ഇപ്പൊ അവരെ കഴിയുമ്പോൾ 2 കിലോ എന്നുള്ളത് 2 കിലോന്റെ വാല്യൂ എത്ര ശരിക്കും പറഞ്ഞാൽ 20 രൂപയാണ്. ഈ 20 രൂപയിലേക്ക് ഈ 80 രൂപ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവര് 1 കിലോ വിൽക്കുന്നത് ഓക്കെ 100 ഡിവൈഡ് ബൈ 2 50 റുപ്പീസിന് 10 രൂപക്ക് സാധാരണ കോസ്റ്റ് ഉള്ള ഒരു ടൊമാറ്റോന് അബ്നോർമൽ ലോസ് ട്രീറ്റ് ചെയ്യുമ്പോൾ 50 റുപ്പീസ് ആയി. സർ എങ്ങനെയാ 50 കിട്ടുന്നത്? അതായത് കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ഗുഡ് യൂണിറ്റ്സ്. എന്താ പറയുക ഗുഡ് യൂണിറ്റ്സ്. ഗുഡ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് ബാക്കിയുള്ള പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റ് ഓക്കെ എത്രയായി 50 റുപ്പീസ്. 50 റുപ്പീസ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ 50 റുപ്പീസിനെക്കാട്ടി അബവ് വിൽക്കണം. ആരും വന്നിട്ട് വാങ്ങിക്കൂല. അതുകൊണ്ട് തന്നെ അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത് നമ്മുടെ കോസ്റ്റിന്റെ ഭാഗമായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അബ്നോർമൽ ലോസ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ലോസ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ഇൻ P&L അക്കൗണ്ട്. ഇതാണ് ട്രീറ്റ്മെന്റ്. ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ഇൻ P&L അക്കൗണ്ട്. ഇറ്റ് ഈസ് എ ലോസ്. അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ അബ്നോർമൽ നേച്ചർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് വിചാരിച്ച് നമ്മൾ കോസ്റ്റ് കൂട്ടിക്കാൻ ആരും വാങ്ങിക്കും. പറയുന്നത് മനസ്സിലാകുന്ന മക്കളെ ലോജിക് ഓക്കെയാ മക്കളെ? അതായത് നോർമൽ ലോസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും അവിടെ ജേർണൽ എൻട്രി ഒന്നും പാസ് ചെയ്യണ്ട. എത്രയാണോ നോർമൽ ലോസിന്റെ കോസ്റ്റ് ആ കോസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി അതായത് എത്രയാണോ ഗുഡ് യൂണിറ്റ്സ് ഉള്ള അതിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി. അതായത് നമ്മുടെ എക്സാമ്പിളില് 9 റുപ്പീസ് ആണ് ആക്ച്വലി ഈ ഗുഡ്സിന്റെ കോസ്റ്റ്. ബട്ട് 1 രൂപയാണ് നമുക്ക് നഷ്ടം വരുന്നത് പെർ യൂണിറ്റ്. 1 രൂപയാണ് നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ നഷ്ടം വരുന്നത്. നിങ്ങൾ ഈ 1 രൂപ എന്ത് ചെയ്താൽ മതി ആ 9 രൂപന്റെ കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് പറയുന്നത് കോസ്റ്റ് ഇപ്പം 10 രൂപയായി. എന്തായി കോസ്റ്റ് 10 രൂപയായി. ബട്ട് അബ്നോർമൽ ലോസ് ആണെങ്കിൽ നമ്മൾ അബ്നോർമൽ ലോസ് എന്ത് ചെയ്യൂല അതായത് കോസ്റ്റിന്റെ ഭാഗമായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റൂല. എന്തുകൊണ്ട്? കോസ്റ്റിന്റെ ഭാഗമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്കത് സെയിൽ ചെയ്യാൻ പറ്റൂല. ആ പ്രൈസിനൊന്നും സെയിൽ ചെയ്യാൻ പറ്റില്ല. നമ്മൾ പറയുന്നത് അതായത് നമ്മൾ കോസ്റ്റ് അബ്നോർമൽ ലോസിന്റെ എമൗണ്ട് നമ്മൾ കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു 10 രൂപ 10 യൂണിറ്റ്സ് ഓക്കെ 10 kg ഓക്കെ 10 kg 1 kg ടൊമാറ്റോന് 10 റുപ്പീസ് ആണെങ്കിൽ 10 kg എത്രയാ 100 റുപ്പീസ് ആണ് കോസ്റ്റ് വന്നത്. അതിൽ 8 kg നമുക്ക് നഷ്ടപ്പെട്ടു പോയി 8 kgന്റെ പ്രൈസ് നിങ്ങൾ പറയുന്നത് ഗുഡ് യൂണിറ്റ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് 100 റുപ്പീസ് ആണ് നിങ്ങൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഡിവൈഡഡ് ബൈ 2 യൂണിറ്റ്സിലേക്ക് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതായത് ഒരു യൂണിറ്റിന്റെ പൈസ 50 കിലോ. അതായത് 1 kgന്റെ പൈസ എത്ര 50 രൂപ. 1 kgന്റെ പൈസ എത്രയാ 50 രൂപ. 10 രൂപന്റെ സാധനം നമുക്ക് ശരിക്കും പറഞ്ഞാൽ 10 രൂപക്ക് അത് കിട്ടിയത്. നമ്മൾ ഇപ്പം പറയും നമുക്ക് അത് 50 രൂപയാണ്. എന്നിട്ട് നമ്മൾ 50-നെക്കാട്ടി മേലെ വിൽക്കുന്നുണ്ടെങ്കിൽ ആരും വാങ്ങിക്കൂല. കാരണം ഇപ്പൊ 2 അപ്പുറം ഷോപ്പ് ഉണ്ടാവും. നമ്മുടെ ഷോപ്പിന്റെ അടുത്ത് തന്നെ വേറൊരു വെജിറ്റബിൾ ഷോപ്പ് ഉണ്ടാവും. അവിടെ നോക്കുമ്പോൾ ടൊമാറ്റോന് 12 രൂപയായിരിക്കും, ചിലപ്പോൾ 15 രൂപയായിരിക്കും. ആരെങ്കിലും 15 രൂപക്കുള്ള ടൊമാറ്റോ അതായത് 55 രൂപക്കോ 60 രൂപക്കോ വാങ്ങിക്കോ? ഇല്ല. അതുകൊണ്ട് തന്നെ അതാണ് ലോജിക്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം അബ്നോർമൽ ലോസ് കോസ്റ്റിന്റെ ഭാഗമായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റൂല. അത് ലോസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ലോസിന്റെ ജേർണൽ എൻട്രി നമ്മൾ പാസ് ചെയ്യണം. അതായത് നോർമൽ ലോസിൽ ജേർണൽ എൻട്രി ഇല്ല, ട്രീറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ അബ്നോർമൽ ലോസിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ജേർണൽ എൻട്രി പാസ് ചെയ്യണം. മക്കളെ അപ്രീഷിയേറ്റ് ചെയ്യാം. മക്കളെ അബ്നോർമൽ ലോസിന്റെ ട്രീറ്റ്മെന്റ് പറയാം. അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത് 8 into 10 ആണ്. എത്രയാണ് 8 into 10 ഓക്കെ ദാറ്റ് ഈസ് ഈക്വൽ 80 റുപ്പീസ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക 80 റുപ്പീസ് വെച്ചിട്ട് ട്രാൻസാക്ഷന്റെ ജേർണൽ എൻട്രി പാസ് ചെയ്യാം. എങ്ങനെ ജേർണൽ എൻട്രി എന്നുള്ളത് പറയാം. അത് വെയിറ്റ് ചെയ്യും. അതിന് വേറൊരു ലോജിക്കും കൂടി പറയാം. ഓക്കെ 80 റുപ്പീസ് ആണ് എന്ത് ജേർണൽ എൻട്രി. 80 റുപ്പീസ് ആണ് നമ്മൾ കാണിക്കുന്നത്. 20 റുപ്പീസ് തന്നെയാണ് കോസ്റ്റ്. അതൊരു മാറ്റവും ഇല്ല. 2 യൂണിറ്റ്സിന്റെ കോസ്റ്റ് എത്രയാ 2 into 10 20 റുപ്പീസ് തന്നെ. നമ്മൾ എന്ത് ചെയ്യാം അത് 15 രൂപക്ക 12 രൂപക്ക വാട്ട് എവർ വിൽക്കാം. പറയുന്ന മനസ്സിലായത്. ഈ 80 റുപ്പീസിന്റെ ട്രീറ്റ്മെന്റ് എന്ത് അത് ജേർണൽ എൻട്രി ആണ്. ജേർണൽ എൻട്രി പറഞ്ഞുതരാം. വെയിറ്റ് ജേർണൽ എൻട്രി പറയുമെങ്കിൽ അതിന്റെ ലോജിക്ക് പറയാം. മക്കളെ ശ്രദ്ധിക്ക്. അബ്നോർമൽ ലോസിന്റെ ട്രീറ്റ്മെന്റ് പറയുമ്പോൾ അത് എന്തുകൊണ്ട് ട്രീറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി തന്നിട്ട് പിന്നെ നിങ്ങൾ പറയും ഇത് ബൈ ഹാർട്ടാണ്. ശ്രദ്ധിക്ക് നമുക്ക് പഠിക്കാം. ഓക്കെ നിങ്ങൾ വിചാരിക്കും 5 യൂണിറ്റ്സ് ആണ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ഓക്കെ നമ്മൾ 10 യൂണിറ്റ്സ് എക്സ്ട്രാ വാങ്ങിച്ചു. ഓക്കെ എന്നാൽ നമ്മുടെ കയ്യിൽ ടോട്ടൽ എത്ര യൂണിറ്റ്സ് ഉണ്ട്
15 യൂണിറ്റ്സ് ഉണ്ട്. ഓക്കെ, ഞാൻ ട്രേഡിംഗ് അക്കൗണ്ട് ഒരു ഫോർമാറ്റ് പോലെ വരച്ചിട്ടുണ്ടാവും. ട്രേഡിംഗ് അക്കൗണ്ട് എന്നല്ല, 15 യൂണിറ്റ്സ് ഉണ്ട്. അതായത് മനസ്സിലാക്കേണ്ടത് 15 യൂണിറ്റ്സ് നമ്മളെ ഇപ്പൊ എന്തായാലും ഉണ്ടാവും മാൻഡേറ്ററി. 5 യൂണിറ്റ്സ് എന്തുണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്. പർച്ചേസ് എത്ര ഉണ്ട്, 10 യൂണിറ്റ്സ്. 15 യൂണിറ്റ്സ് എന്തായാലും ഉണ്ടായാൽ പറ്റും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം സെയിൽസ് 12 യൂണിറ്റ്സ്, അതായത് 15 യൂണിറ്റ്സ് 12 യൂണിറ്റ്സ് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ബാക്കി എത്ര യൂണിറ്റ്സ് വേണം, 3 യൂണിറ്റ്സ് വേണം. അതാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. 3 യൂണിറ്റ്സ് ആണ് ക്ലോസിംഗ് സ്റ്റോക്ക്. നിങ്ങൾ നോക്കിയാട്ടെ, 2 യൂണിറ്റ്സ് ആണ് ക്ലോസിംഗ് സ്റ്റോക്ക് ഉള്ളൂ. 2 യൂണിറ്റ്സ് ആണ് എന്തുള്ളൂ, ക്ലോസിംഗ് സ്റ്റോക്ക് ഉള്ളൂ. സർ, ഒരു യൂണിറ്റ്സ് എവിടെ പോയി? നോർമൽ ലോസ് ആണെങ്കിൽ നമ്മളോട് പറയും മക്കളെ. ഓക്കെ, അത് മാത്രമല്ല നോർമൽ ലോസിന് എന്തില്ല, ജേർണൽ എൻട്രി ഇല്ല, നമ്മളത് കോസ്റ്റിന്റെ ഭാഗമായിട്ട് ട്രീറ്റും ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു യൂണിറ്റിന്റെ പൈസ നമ്മൾ എന്ത് ചെയ്യും, മിക്സ് ചെയ്തിട്ട് കാണും. മക്കളെ, ഒരു യൂണിറ്റ്സ് എവിടെ പോയി? ഇതാണ് അടുത്ത ചോദ്യം. പറയുന്നത് മനസ്സിലാകണ്ട. ഒരു യൂണിറ്റ്സ് എവിടെ പോയി? ആ ഒരു യൂണിറ്റ്സ് കാണുന്നില്ല. അതാണ് അബ്നോർമൽ ലോസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിയാട്ടെ, നമ്മുടെ ഡെബിറ്റ് സൈഡ് 15 യൂണിറ്റ്സ് ഉണ്ട്, ക്രെഡിറ്റ് സൈഡ് 14 യൂണിറ്റ്സ് ആവുള്ളൂ. ഇത് ടാലി ആവുന്നുണ്ടോ മക്കളെ? ഇത് ടാലി ആവുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു യൂണിറ്റ്സ് ക്രെഡിറ്റ് സൈഡ് കാണിക്കണം. എന്തെന്ന് പറഞ്ഞാൽ കാണിക്കുക, അത് അബ്നോർമൽ ലോസ് ആണ്. അതെന്ത് അബ്നോർമൽ ലോസ് ആണ്? ഓക്കെ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കാരണം നമുക്ക് 15 യൂണിറ്റ്സ് ഉണ്ട്, അതിൽ 12 യൂണിറ്റ്സ് വിറ്റു, 2 യൂണിറ്റ്സ് ക്ലോസിംഗ് സ്റ്റോക്ക് ആയി, ബാക്കി 1 യൂണിറ്റ്സ് എവിടെ പോയി? ക്വസ്റ്റ്യനിൽ പറയുന്ന അബ്നോർമൽ ലോസ് ആണ്. എന്നാൽ അബ്നോർമൽ ലോസ് ഉണ്ടെങ്കിൽ അത് അബ്നോർമൽ ലോസ് ക്രെഡിറ്റ് സൈഡ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടാലി ആവും. അബ്നോർമൽ ലോസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്, അല്ലാതെ എസ്യൂം ചെയ്യുന്നല്ല. അബ്നോർമൽ ലോസ് ഒന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ക്രെഡിറ്റ് സൈഡ് ട്രീറ്റ് ചെയ്താൽ മാത്രമേ എന്തെങ്കിലും ടാലി ആവും. സർ എന്താ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെയുണ്ടാ? ഓക്കെ ആണോ മക്കളെ? ഒന്ന് റെസ്പോണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവന്റെ ചോദിച്ചിട്ടുണ്ട് ഇതേപോലത്തെ ഒരു ഡൗട്ട്. ഓക്കെ, 5 യൂണിറ്റ്സ് at ₹5. 5 യൂണിറ്റ്സ് നമ്മൾ എന്ത് ചെയ്ത് 5 രൂപക്ക് വാങ്ങിച്ചു. പിന്നെ 10 യൂണിറ്റ്സ് നമ്മൾ എന്ത് ചെയ്തു, 5 രൂപക്ക് വാങ്ങിച്ചു. ഓക്കെ, 5 യൂണിറ്റ്സ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, ഇത് പർച്ചേസ് ആണ്. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് 15 യൂണിറ്റ്സ് ആണ്. അതിന്റെ പ്രൈസ് എത്രയാ, 5 രൂപ തന്നെയാണ്. ഓക്കെ, അതിന് 12 യൂണിറ്റ്സ് നമ്മൾ വിറ്റു. ഓക്കെ, സോൾഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലാഭം എത്രയാണ്? സിമ്പിൾ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ 5 രൂപന്റെ സാധനം 8 രൂപക്ക് വിറ്റാൽ 3 രൂപയാണ് ഒന്നിന് ലാഭം. ഓക്കെ, ഒന്നിന് ലാഭം എത്രയാ, 3 രൂപ. അങ്ങനെയാണെങ്കിൽ എത്ര ലാഭം വരാം? 3 into 12 that is equal to 36. 3 into 12 36. 3 രൂപയാണ് ഒരു യൂണിറ്റിന്റെ ലാഭം. 12 യൂണിറ്റിന്റെ ലാഭം എത്രയാണ്? 12 into 3 36 രൂപ. ഡൗട്ട് ഉണ്ടോ മക്കളെ? ഓക്കെ മക്കളെ, ഈ സെയിം എക്സാമ്പിൾ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് 2 യൂണിറ്റ്സ് ആണ് ബാക്കിയുള്ളത്. 2 യൂണിറ്റ്സ് at ₹5. ഓക്കെ, കാരണം 5 ആണ് കോസ്റ്റ്. നമ്മൾ വാങ്ങിച്ച പൈസ എത്ര കോസ്റ്റ് അതാണ് 5 rupees ആണ്. നമുക്ക് 5 rupees NRV കൂടുതലാണ്. അവിടെ കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഈസ് ലോവർ, അത് 5 തന്നെ കാണിക്കണം. ഓക്കെ, 5 തന്നെയാണ് വിചാരിക്കും, മാറ്റൊന്നുമില്ല. 12 യൂണിറ്റ്സ് ഇവിടെ, 2 യൂണിറ്റ്സ് ഇവിടെ, 14 യൂണിറ്റ്സ് ആയിട്ടുള്ളൂ. ഓക്കെ, യൂണിറ്റിന്റെ വെച്ചിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി. അബ്നോർമൽ ലോസ് ക്രെഡിറ്റ് ചെയ്യണം. എമൗണ്ട് വെച്ചിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും എന്തായി, അത് ക്രെഡിറ്റ് ചെയ്യണം. ശ്രദ്ധിക്കും. ഇവിടെ ഞാൻ ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട് തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ട്രേഡിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ കൺസൈൻമെന്റ് അക്കൗണ്ട്, വാട്ട് എവർ അക്കൗണ്ട്, പ്രശ്നമൊന്നുമില്ല. 2 ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 5 into 5 25 രൂപ. 2 പർച്ചേസ് എത്രയാ, 10 into 5 50 രൂപ. ബൈ സെയിൽസ് 12 into 8 എന്ന് പറയുമ്പോൾ 80-ന് 96. ശരിയല്ലേ? ശരിയല്ലേ, മാറ്റൊന്നുമില്ല. ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ് എമൗണ്ട്? 2 into 5 അതായത് 10 രൂപ. നിങ്ങൾ നോക്കിയാട്ടെ, 106 രൂപ ക്രെഡിറ്റ് സൈഡിൽ വരും. ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. നിങ്ങൾ പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ 106 മൈനസ് 75 that is equal to 31 ആണ്. ശരിയാവൂല. 12 യൂണിറ്റ്സ് 8 രൂപക്ക് വിറ്റിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചത് 5 രൂപക്കാണെങ്കിൽ 3 രൂപ ലാഭം കിട്ടും. 12 into 3 36 കിട്ടിയേ പറ്റൂ. ഇവിടെ എങ്ങനെ തെറ്റിയത് മക്കളെ? ഇവിടെ നിങ്ങൾ അബ്നോർമൽ ലോസ് ട്രീറ്റ് ചെയ്യാൻ പറ്റും. യൂണിറ്റിന് ഞാൻ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി. ആ യൂണിറ്റ് ടാലി ആക്കാൻ വേണ്ടിയിട്ടാണ് മക്കളെ. ഇവിടെ എമൗണ്ട് വരും, എമൗണ്ടിൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെ ആയാലും അബ്നോർമൽ ലോസ് ട്രീറ്റ് ചെയ്യണം. എന്താ ചെയ്യാം? അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് 5 രൂപന്റെ നമുക്ക് നഷ്ടപ്പെട്ടത്. ഓക്കെ, അത് നമുക്ക് ലോസ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം? ബൈ അബ്നോർമൽ ലോസ് 5 രൂപ. അത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക എല്ലാവരും. ഞാൻ ചെയ്യുന്നത് എമൗണ്ട് മാറ്റിയെന്ന്. ഓക്കെ, എമൗണ്ട് മാറ്റിയെന്ന് എല്ലാവരും ശ്രദ്ധിച്ചോ. അതായത് ആഡ് ചെയ്യുമ്പോൾ 96 + 5 + 10 that is equal to 111 കിട്ടും. ഡെബിറ്റ് സൈഡും 111 കിട്ടും. 111 - 75
that is equal to 36 to gross profit. നിങ്ങൾക്ക് ഇപ്പോ ആ ഒരു ലോജിക്ക് പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ ഓക്കെ ആണോ മക്കളെ? നെക്സ്റ്റ് നമ്മൾ എന്തിലേക്ക് പോകുന്ന വെച്ചാൽ ആ ജേർണൽ എൻട്രി എങ്ങനെയാന്നുള്ളതാണ്. ഓക്കെ, ജേർണൽ എൻട്രി എന്ന് പറഞ്ഞാൽ അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പെൻഡിച്ചർ പോലെയാണ്. ഓക്കെ, പോലെയാണ് ലോസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ abnormal loss, increase in expense and losses should be debited. Increase in expense and losses should be debited. അല്ലെങ്കിൽ നമ്മുടെ ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് ഇത് നോർമൽ അക്കൗണ്ടിൽ പറയുന്നുണ്ട് ഡെബിറ്റ് ഓൾ ദ എക്സ്പെൻസസ് ആൻഡ് ലോസസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അബ്നോർമൽ ലോസ് എക്സ്പെൻഡിച്ചർ ആയതുകൊണ്ട് ഡെബിറ്റ് ചെയ്യാം അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ. ഓക്കെ, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അബ്നോർമൽ ലോസ്, ഈ ലോസ് കൊണ്ട് എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ഗുഡ്സ് കുറയുക ചെയ്യുന്നത്, നമ്മുടെ ഗുഡ്സ് കുറയുക ചെയ്യുന്നത്. ഓക്കെ, ആക്ച്വൽ ജേർണൽ എൻട്രി എന്ന് പറഞ്ഞാൽ അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു പർച്ചേസ്. ഇതിന്റെ പർച്ചേസ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രീറ്റ് ചെയ്യാം. അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു പർച്ചേസ് അക്കൗണ്ട്. നമ്മുടെ ഗുഡ്സ് കുറയും, പർച്ചേസ് ചെയ്ത ഗുഡ്സ് തന്നെയാണ് കുറയണം, പർച്ചേസ് ചെയ്ത ഗുഡ്സ് കുറയണം. അതുകൊണ്ട് തന്നെ പർച്ചേസ് എന്താ നോർമൽ അക്കൗണ്ട് ഐറ്റം ആണ്, നമ്മൾ എന്ത് ചെയ്യണം, പർച്ചേസ് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രീറ്റ് ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മുടെ ജേർണൽ എൻട്രി. ഇനി ഓക്കെ ശ്രദ്ധിക്കുക, ഇതാണ് ജേർണൽ എൻട്രി. ഇനി അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത് ഒരു നോർമൽ അക്കൗണ്ട് ആയിട്ട് വന്ന് നമ്മൾ എന്ത് ചെയ്യണം, അത് ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു അബ്നോർമൽ ലോസ്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു അബ്നോർമൽ ലോസ്. ഇതാണ് ജേർണൽ എൻട്രി. ഓക്കെ, ഇതാ ജേർണൽ എൻട്രി. അതായത് അബ്നോർമൽ ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അബ്നോർമൽ ലോസ് ഈസ് ആൻ എക്സ്പെൻഡിച്ചർ, സോ ഇറ്റ് ഷുഡ് ബി ഡെബിറ്റഡ്. ഇറ്റ് ഷുഡ് ബി ഡെബിറ്റഡ്. അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ. അബ്നോർമൽ ലോസ് കാരണം എന്താ സംഭവിക്കുന്നത്, പൈസ പോകുന്നില്ല, സ്റ്റോക്ക് കുറയും. സ്റ്റോക്ക് എവിടുന്നാ കുറയുന്നത്, പർച്ചേസ് ചെയ്തതാണ് കുറയുന്നത്. പർച്ചേസ് കുറക്ക്, പർച്ചേസ് റിട്ടേൺ ചെയ്യുമ്പോൾ ഇതേപോലെ നമ്മൾ പർച്ചേസ് റിട്ടേൺ അല്ലെങ്കിൽ പർച്ചേസ് ക്രെഡിറ്റ് ചെയ്തത് നമ്മൾ എന്ത് ചെയ്യാം, ക്രെഡിറ്റ് ചെയ്യാം. പർച്ചേസ് എന്ന് പറഞ്ഞാൽ പിന്നെ നോർമൽ അക്കൗണ്ട് ആണ്, നമ്മൾ എന്ത് ചെയ്യണം, അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യില്ല, ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ ആണ്. അതുകൊണ്ട് ഡയറക്റ്റ് എക്സ്പെൻഡിച്ചറോ ഡയറക്റ്റ് എക്സ്പെൻഡിച്ചറിന്റെ ഓപ്പോസിറ്റ് നമ്മൾ എന്ത് ചെയ്യാം, പർച്ചേസ് ഡെബിറ്റ് ചെയ്യുക, ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. പിന്നെ അബ്നോർമൽ ലോസ് ഒരു നോർമൽ അക്കൗണ്ട് ആണ്. നോർമൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ക്ലോസ് ചെയ്യണം. അബ്നോർമൽ ലോസ് ക്ലോസ് ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി പി ആൻഡ് എൽ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു അബ്നോർമൽ ലോസ്. ഇതാണ് മക്കളെ ജേർണൽ എൻട്രി. ഇതാണ് ജേർണൽ എൻട്രി, ആക്ച്വൽ ജേർണൽ എൻട്രി ഇതാണ്. ഇനി ഇത് തന്നെ നമ്മൾ എന്ത് ചെയ്യും, നെറ്റ് ചെയ്തിട്ട് ജേർണൽ എൻട്രി പാസ് ചെയ്യുക. ഓക്കെ, ശ്രദ്ധിച്ചോ, ഈ പർച്ചേസും കട്ട് ചെയ്യും. ജേർണൽ എൻട്രി ഇതാ അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് നിങ്ങൾ പറയരുത്. അബ്നോർമൽ ലോസും ക്യാൻസൽ ചെയ്യും, അത് നമുക്ക് നെറ്റ് ചെയ്ത് വിടാം. വേണ്ട, ഇനി നെറ്റ് ചെയ്യണ്ട. Journal entry, abnormal loss account debted to trading account, profit and loss account debted to abnormal loss. Trading account abnormal loss നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. ഇൻകം ആയി നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് ആണ്. സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ അത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് എന്ത് ചെയ്യും, റോങ് ആയി പോകും. എങ്ങനെ റോങ് ആയ പോലെ, നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ 31 ആയ പോലെ. നമ്മൾ രണ്ടാമത്തെ ജേർണൽ എൻട്രി എന്ന് വെച്ചാൽ അതാണ് ആക്ച്വൽ ജേർണൽ എൻട്രി. എന്ത്, ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ഓൺ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അബ്നോർമൽ ലോസ് നമ്മുടെ ലോസ് ആണ്, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്യാം. ഓക്കെ, പറയുന്ന മനസ്സിലാകുന്ന മക്കളെ, ഇതുവരെ ഓക്കെ ആണ്. ലോസ് എന്നെല്ലാം പറയുമ്പോൾ ഒരു എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ, ഓട്ടോമാറ്റിക് മനസ്സിലാക്കേണ്ടത് അത് നോർമൽ അക്കൗണ്ട് ഐറ്റം ആണ്. രണ്ട് എൻട്രി ഒപ്പം വരും, ഒന്ന് ആക്ച്വൽ എൻട്രി, പിന്നെ ഒന്ന് ക്ലോസിംഗ് എൻട്രി. ഇതാണ് നമ്മൾ ഇവിടെ പാസ് ചെയ്തത്. ഓക്കെ, വേണമെങ്കിൽ ഒന്നും കൂടി ഞാൻ എഴുതി തരാം. അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. ഓക്കെ, പി ആൻഡ് എൽ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു അബ്നോർമൽ ലോസ്. മക്കളെ, ഇനി കൺസൈൻമെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആവുമ്പോൾ ഇവിടെ കൺസൈൻമെന്റ് ആക്കിയാൽ മതി, വേറൊരു മാറ്റവും ഇല്ല. ക്രെഡിറ്റ് എന്താ ചെയ്യുന്നത്, ട്രേഡിംഗ് അക്കൗണ്ട് പകരം നിങ്ങൾ അവിടെ കൺസൈൻമെന്റ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചാൽ അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു കൺസൈൻമെന്റ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു അബ്നോർമൽ ലോസ്. ഇതാണ് ജേർണൽ എൻട്രി. ഓക്കെ, പറയുന്ന മനസ്സിലാകുന്ന മക്കളെ. ഇനി മക്കളെ, അടുത്ത ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, സർ ഇത് എത്ര എമൗണ്ട് കാണിക്കേണ്ടത്? ഓക്കെ, നമുക്ക് ഇവിടെ എത്ര ലോസ് വരുന്നത്? ഓക്കെ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ എക്സാമ്പിളിൽ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഫോർ എക്സാമ്പിൾ 10 യൂണിറ്റ്സ് അറ്റ് ₹5 ആണ് നമ്മൾ വാങ്ങിച്ചതെന്ന് വിചാരിക്കും. 50. അതിൽ 8 യൂണിറ്റ്സ് ആണ് നമുക്ക് അബ്നോർമൽ ലോസ് ഉണ്ടായത്. 8 യൂണിറ്റ്സ് അറ്റ് ₹5 ആണ് ഓട്ടോമാറ്റിക് കോസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അബ്നോർമൽ ലോസ് എപ്പോൾ കോസ്റ്റ് വെച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. 8 യൂണിറ്റ്സ് അറ്റ് ₹50 ₹40 ആണ് ലോസ് വരുന്നത്. മനസ്സിലാക്കി, ഈ ₹40 ലോസ് ആണെങ്കിൽ നമ്മൾ ജേർണൽ എൻട്രി അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു കൺസൈൻമെന്റ് അക്കൗണ്ട് ₹40, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു അബ്നോർമൽ ലോസ് ₹40. ഇതാണ് ജേർണൽ എൻട്രി. ഓക്കെ, ₹40 ലോസ് ആണെങ്കിൽ, സർ അതെന്താ അങ്ങനെ പറയുന്നത്, ₹40 ലോസ് ആണെങ്കിൽ 80 ശ്രദ്ധിക്കും, ₹40 ലോസ് ആണെങ്കിൽ ഇതാണ് ജേർണൽ എൻട്രി. ഇനി ₹40 അല്ല ലോസ്,
40 rupees ലോസ് വന്നു. ബട്ട് നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ഇൻഷുറൻസ് എടുത്ത പൈസ കിട്ടും. ഓക്കെ, നിങ്ങൾ വിചാരിക്കും ഇൻഷുറൻസ് കമ്പനി കമ്മിറ്റ് ചെയ്തു അവര് 30 രൂപ തരാം. ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അവര് ലോസ് ബെയർ ചെയ്യും. പക്ഷെ നമുക്ക് ഗുഡ്സിന്റെ മേലെ ഇൻഷുറൻസ് എടുക്കാം, എന്തിന്റെ മേലെയും ഇൻഷുറൻസ് എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാപ്പച്ചൻ എന്ന് പറയുന്ന പടത്തിൽ ദിലീപും ഇന്നസെന്റും. ഓക്കെ, അതിൽ ദിലീപ് എന്ത് ചെയ്തിട്ടുണ്ട്, ദിലീപിന്റെ ആ തീപ്പെട്ടി കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, കത്തിച്ചിട്ട് പൈസ വാങ്ങിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പൈസ വാങ്ങിക്കുന്നത്? അത് അവന്റെ ഗുഡ്സ് ആണ് തീപ്പെട്ടി എന്ന് പറയുന്നത്. ഓക്കെ, മാച്ച് സ്റ്റിക്ക് അത് അവന്റെ ഗുഡ്സ് ആണ്. അതെന്താന്ന് വെച്ചാൽ ഇൻഷുറൻസ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇവരെന്താന്ന് വെച്ചാൽ ഈ മാച്ചിക്കിന്റെ കൂടെ തന്നെ കുറെ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളിൽ എടുത്തിട്ട് പ്രൊഡക്റ്റ് കൂടുതലാണ് അത് എന്ത് ചെയ്ത് കത്തിച്ച് എന്നിട്ട് അതിന്റെ ലാഭം ഉണ്ടാക്കുന്നത്. അത് എത്തിക്കലല്ല. ഓക്കെ, അത് എത്തിക്കലല്ല. ബട്ട് അത് ആ മൂവിയെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ മൂവി കാണുന്നതിനെക്കാട്ടി സുഖം ഇത് അക്കൗണ്ടിങ് വേൾഡിൽ നമ്മൾ ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അവിടെ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അന്നേരം എന്ത് ചെയ്യും, ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യും, പൈസ തരും. ഓക്കെ, അതായത് നമുക്ക് ഉണ്ടായ നഷ്ടം 40 രൂപയാണെങ്കിൽ ഓക്കെ, എല്ലാത്തിനും ഉണ്ട് മക്കളെ. മെറൈൻ ഇൻഷുറൻസ് ഉണ്ട്. ഷിപ്പില് സാധനം കൊണ്ടുവരുന്നില്ലേ, ഷിപ്പ് അപ്പം മുക്കിപ്പോന്ന് പറയാൻ പറ്റുമോ? അതിന് ഇൻഷുറൻസ് ഉണ്ട്. അതിന് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, എത്രയാണോ നഷ്ടപ്പെട്ട അതിന് പൈസ എന്ത് ചെയ്യും, ഇൻഷുറൻസ് കമ്പനി കൊടുക്കണം. ബൈക്കിന് ഇൻഷുറൻസ് എടുക്കുന്നു, ബൈക്ക് ആക്സിഡന്റ് ആയി, ഇൻഷുറൻസ് കമ്പനി പൈസ തരും. നമ്മൾ നഷ്ടം ബെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യും, 80 rupees 5 rupees 40 rupeesന്റെ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്ത് ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷുറൻസ് എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ 40 rupees ലോസ് ബെയർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ജേർണൽ എൻട്രി ഇത് തന്നെയാണ്. ഇനി 30 rupees ഇൻഷുറൻസ് കമ്പനി ബെയർ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആക്ച്വൽ ലോസ് എത്രയാണ് വരുന്നത്, 10 രൂപ. എത്രയാണ് ആക്ച്വൽ ലോസ് വരുന്നത്? അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത് ലോസ് എന്ന് പറയാം. ലോസ് എത്രയാണ് വരുന്നത്? 10 രൂപ. 30 രൂപ ഇൻഷുറൻസ് കമ്പനി വരും. എങ്ങനെയായാലും ജേർണൽ എൻട്രി നമ്മൾ പാസ് ചെയ്യണം. എങ്ങനെ ജേർണൽ എൻട്രി പാസ് ചെയ്യുക? ശ്രദ്ധിക്കുക, ചെറിയൊരു മാറ്റേ ഉള്ളൂ. എന്താ ജേർണൽ എൻട്രി എന്ന് പറഞ്ഞാൽ, ഇൻഷുറൻസ് കമ്പനി നമുക്ക് പൈസ തരാനുണ്ട് എന്ന് പറഞ്ഞാൽ കമ്പനി തരാനുണ്ട്. ഓക്കെ, അസറ്റാണ്. ഇൻഷുറൻസ് കമ്പനി തരാനുണ്ട്. എത്ര പൈസ തരാനുള്ള? 30 രൂപ. അബ്നോർമൽ ലോസ് നമുക്ക് എത്ര അബ്നോർമൽ ലോസ് എന്നാണ് വരുന്നത്? 10 രൂപ. ഓക്കെ, ഈ എക്സാമ്പിൾ ആണ് പറയുന്നത്. ഓക്കെ, ടു ട്രേഡിംഗ് അക്കൗണ്ട് എത്ര എമൗണ്ട്? 40 rupees. എത്ര എമൗണ്ട്? 40 rupees. ഇനി മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലോസ് മാത്രമേ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പറ്റൂ, P&L അക്കൗണ്ടിലേക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. മക്കളെ, ലോസ് മാത്രമേ P&L അക്കൗണ്ടിലേക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റൂ. സർ, ഇവിടെ 40 രൂപ ട്രീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഇത് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് മക്കളെ. സ്റ്റോക്കിന്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിങ്ങനെ 40 rupees ഇവിടെ ക്രെഡിറ്റ് ചെയ്തത്. ബട്ട് P&L അക്കൗണ്ടിൽ നമ്മുടെ ആക്ച്വൽ ലോസ് മാത്രം ട്രീറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ആക്ച്വൽ ലോസ് എന്ന് പറയുന്നത് 10 രൂപയാണ്. 40 രൂപ നഷ്ടം വന്നാലും 30 രൂപ കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നെക്സ്റ്റ് ജേർണൽ പറയുന്നത് P&L അക്കൗണ്ട് ടു അബ്നോർമൽ ലോസ്. എത്രയാണ് അബ്നോർമൽ ലോസ് നമ്മൾ ഡെബിറ്റ് ചെയ്ത് അതിന് നമ്മൾ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. ഇതാണ് ജേർണൽ എൻട്രി മക്കളെ. മനസ്സിലാവും മക്കളെ? നമ്മളിപ്പോ പറയുന്നത് വെച്ചാൽ നോർമൽ ലോസ്, അബ്നോർമൽ ലോസ്. നോർമൽ ലോസിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ജേർണൽ എൻട്രി ഒന്നും ഇല്ല, അത് നമ്മൾ കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതായത് നമുക്ക് എത്രയാണോ നഷ്ടം വരുന്നത് അത് നമ്മൾ എന്ത് ചെയ്യും, ഗുഡ് യൂണിറ്റ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ഗുഡ് യൂണിറ്റ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, എത്രയാണോ നിങ്ങൾക്ക് ലോസ് വരുന്ന കോസ്റ്റ് അത് നിങ്ങൾ എന്ത് ചെയ്യും, ഗുഡ് യൂണിറ്റ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. മനസ്സിലാക്കുന്നത് അബ്നോർമൽ ലോസ് വന്നാൽ എന്താ ചെയ്യുന്നത്? അബ്നോർമൽ ലോസ് വന്നു കഴിഞ്ഞാൽ ഓക്കെ, അവിടെ ജേർണൽ ഇല്ല. അബ്നോർമൽ ലോസ് വന്നാൽ അബ്നോർമൽ ലോസിന്റെ എമൗണ്ട് കണ്ടുപിടിക്കാം. അബ്നോർമൽ ലോസിന് പ്രോപ്പർ ജേർണൽ എൻട്രി ഉണ്ട്. എന്താ ജേർണൽ എൻട്രി? അബ്നോർമൽ ലോസ് ഈസ് ആൻ എക്സ്പെൻഡിച്ചർ. ഓക്കെ, അവിടെ 2 ജേർണൽ എൻട്രി വരുന്നുണ്ട്. ഒന്ന്, ഓക്കെ, ലോസ് നമ്മൾ ഇൻഷുർ ചെയ്തിട്ടില്ലെങ്കിൽ. രണ്ടാമത്തെ ലോസ് ഇൻഷുർ ചെയ്തിട്ടില്ലെങ്കിൽ ജേർണൽ എൻട്രി അബ്നോർമൽ ലോസ് എന്ന് പറയുമ്പോൾ എക്സ്പെൻഡിച്ചർ ആണ്, നമ്മൾ ഡെബിറ്റ് ചെയ്യുക. അബ്നോർമൽ ലോസ് അക്കൗണ്ട് ടു ട്രേഡിംഗ് അക്കൗണ്ട്. നെക്സ്റ്റ് ജേർണൽ എൻട്രി എന്ന് പറഞ്ഞാൽ P&L അക്കൗണ്ട് ടു അബ്നോർമൽ ലോസ്. കാരണം അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത് നമ്മൾ P&L അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. പക്ഷേ നമ്മൾ കൺസൈൻമെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അതുകൊണ്ട് തന്നെ അത് രണ്ടാമത്തെ ജേർണൽ എൻട്രി ഇറലവന്റ് ആണ്. പക്ഷെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ട് പകരം അവിടെ കൺസൈൻമെന്റ് എന്നാണ്. ഓക്കെ, ഓർ കൺസൈൻമെന്റ് അക്കൗണ്ട്. പിന്നെ ഇത് സാധാ ജേർണൽ എൻട്രി. ഇനി അഥവാ ബൈ ചാൻസ് നമ്മളത് ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിൽ 40 rupees ആണ് നമ്മുടെ ലോസ് എന്ന് വിചാരിക്കും. അത് ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജേർണൽ എൻട്രി എന്താണ്? 40 rupees 30 rupees ഇൻഷുറൻസ് കമ്പനി തരുന്നുണ്ടെങ്കിൽ നമ്മുടെ ജേർണൽ എൻട്രി ഇൻഷുറൻസ് കമ്പനി അക്കൗണ്ട് ഡെബിറ്റ്. കാരണം ഇൻഷുറൻസ് കമ്പനി തരാനുണ്ട്, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്യുക. അബ്നോർമൽ ലോസ് ഡെബിറ്റ് ചെയ്യുക, കാരണം അത് എക്സ്പെൻഡിച്ചർ ആണ്. അത് 10 rupees, കാരണം 10 രൂപ നമുക്ക് നഷ്ടം വരുന്നുള്ളൂ. ടു ട്രേഡിംഗ് അക്കൗണ്ട് 40 rupees. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു അബ്നോർമൽ ലോസ്. ഇവിടെ അബ്നോർമൽ ലോസ് 10 rupees കാണിക്കാൻ പറ്റും, 40 rupees കാണിക്കാൻ പറ്റില്ല. സർ ഇവിടെ 40 കാണിച്ചിട്ടുണ്ടല്ലോ, അവിടെ 40 കാണിച്ചതിന്റെ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ലോസ് പറയുന്നില്ല.
ഓക്കെ, ഇതോടെ നോർമൽ ലോസ് അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത് 100% ഞാൻ എടുത്തത് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ മക്കളെ.